ലോക കാലാവസ്ഥാ സംഘടന WMO ഏതു വർഷമാണ് സ്ഥാപിക്കപ്പെട്ടത്? 1950. ലോക കാലാവസ്ഥാ സംഘടന WMO 1950 സ്ഥാപിക്കപ്പെട്ടു. കാലാവസ്ഥ, ജലശാസ്ത്രം, ഭൗമശാസ്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും കാലാവസ്ഥാ പ്രവചനങ്ങൾക്കും ദുരന്ത ലഘൂകരണത്തിനും വേണ്ട വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടനയുടെ WIPO ആസ്ഥാനം എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലൻഡ്. ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടനയുടെ WIPO ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. ലോകമെമ്പാടുമുള്ള ബൗദ്ധിക സ്വത്തവകാശ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയും നവീകരണവും സർഗാത്മകതയും വളർത്തുന്നതിനായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് WIPOയുടെ പ്രധാന ദൗത്യം. ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടന WIPO എപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ടത്? 1967. ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടന WIPO 1967 സ്ഥാപിതമായി. ലോകമെമ്പാടുമുള്ള ബൗദ്ധിക സ്വത്തവകാശ സംരക്ഷണം ഉറപ്പാക്കുകയും ബൗദ്ധിക സ്വത്ത് നിയമങ്ങൾ ഏകീകരിക്കാൻ രാജ്യങ്ങളെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷന്റെ IOS ആസ്ഥാനം എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലൻഡ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ ISO എന്നതിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അന്താരാഷ്ട്ര നിലവാരം നിശ്ചയിക്കുകയും വ്യാവസായിക സഹകരണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ISOയുടെ പ്രധാന ലക്ഷ്യം. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ IOS ഏതു വർഷമാണ് സ്ഥാപിക്കപ്പെട്ടത്? 1947. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ ISO 1947 സ്ഥാപിതമായി. വിവിധ രാജ്യങ്ങൾക്കിടയിൽ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും പൊതുവായ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുക വഴി വ്യാവസായിക സഹകരണവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ദൗത്യം. ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ IAEA ആസ്ഥാനം എവിടെയാണ്? വിയന്ന, ഓസ്ട്രിയ. ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ IAEA ആസ്ഥാനം ഓസ്ട്രിയയിലെ വിയന്നയിലാണ്. ആണവോർജ്ജത്തിന്റെ സമാധാനപരമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, ആണവായുധങ്ങളുടെ വ്യാപനം തടയുക എന്നിവയാണ് ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി IAEA എപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ടത്? 1957. ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി IAEA 1957 സ്ഥാപിതമായി. ആണവോർജ്ജത്തിന്റെ സുരക്ഷിതവും സമാധാനപരവുമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ആണവായുധങ്ങളുടെ നിർമ്മാണത്തിനായി സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്യുന്നത് തടയുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ദൗത്യം. പൃഥ്വി ഏത് തരം മിസൈലാണ്? അതിന്റെ ആദ്യ പരീക്ഷണം എപ്പോഴാണ്, എവിടെ വെച്ചാണ് നടത്തിയത്? പൃഥ്വി ഒരു സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈലാണ്. അതിന്റെ ആദ്യ പരീക്ഷണം 1988 ഫെബ്രുവരിയിൽ ചന്ദിപൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വെച്ച് നടന്നു. ഇന്ത്യൻ സൈന്യത്തിനായി തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ബാലിസ്റ്റിക് മിസൈലാണ് പൃഥ്വി. കരയിൽ നിന്ന് കരയിലേക്ക് വിക്ഷേപിക്കാൻ കഴിയുന്ന ഈ മിസൈൽ IGMDP പദ്ധതിയുടെ കീഴിൽ വികസിപ്പിച്ച 5 മിസൈലുകളിൽ ഒന്നാണ്. പൃഥ്വി മിസൈലിന്റെ ഏതു വകഭേദങ്ങളാണ് ഇന്ത്യൻ കരസേനയും വ്യോമസേനയും നാവികസേനയും യഥാക്രമം ഉപയോഗിക്കുന്നത്? പൃഥ്വി ഇന്ത്യൻ കരസേനയും പൃഥ്വി 2 വ്യോമസേനയും പൃഥ്വി 3 ധനുഷ് നാവികസേനയും ഉപയോഗിക്കുന്നു. പൃഥ്വി മിസൈൽ അതിന്റെ ദൂരപരിധിയും കൃത്യതയും അനുസരിച്ച് 3 വകഭേദങ്ങളായി വികസിപ്പിച്ചിട്ടുണ്ട്. ഓരോ സേനാവിഭാഗത്തിന്റെയും പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായാണ് ഈ വേർതിരിവുകൾ. ആകാശ് ഏത് തരം മിസൈലാണ്? അത് ഏത് അമേരിക്കൻ മിസൈലിനോടാണ് താരതമ്യപ്പെടുത്താവുന്നത്? ആകാശ് ഒരു ഇടത്തരം ദൂരപരിധിയുള്ള സർഫസ് ടു എയർ മിസൈലാണ്. ഇത് അമേരിക്കൻ പാട്രിയറ്റ് മിസൈലിനോട് താരതമ്യപ്പെടുത്താവുന്നതാണ്. ആകാശ് മിസൈൽ IGMDP പദ്ധതിയുടെ കീഴിൽ വികസിപ്പിച്ച തദ്ദേശീയമായ മിസൈൽ സംവിധാനമാണ്. ഇത് വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ ശേഷിയുള്ള ഒരു അത്യാധുനിക പ്രതിരോധ മിസൈലാണ്. അഗ്നി ഏത് തരം മിസൈലാണ്? ഏതു വകഭേദങ്ങളാണ് ഇന്ത്യയെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ICBM ക്ലബ്ബിൽ ചേരാൻ പ്രാപ്തമാക്കിയത്?
അഗ്നി ഒരു ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് തൊടുക്കാവുന്ന ഇടത്തരം ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലാണ്. അഗ്നി വി വകഭേദങ്ങളാണ് ഇന്ത്യയെ ICBM ക്ലബിൽ ചേരാൻ പ്രാപ്തമാക്കിയത്. അഗ്നി മിസൈൽ പരമ്പര ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പ്രതിരോധ ശേഷിയുടെ നട്ടെല്ലാണ്. അഗ്നി വി എന്നിവയുടെ വിജയകരമായ പരീക്ഷണങ്ങളോടെ ഇന്ത്യ ലോകത്തിലെ വളരെ കുറഞ്ഞ ICBM രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടി. ഇത് രാജ്യത്തിന്റെ ദീർഘദൂര ആക്രമണ പ്രതിരോധ ശേഷിക്ക് വലിയ ഉത്തേജനം നൽകുന്നു. ശത്രുവിന്റെ റഡാറുകൾ ജാം ചെയ്യാൻ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള അഗ്നി മിസൈൽ വകഭേദങ്ങൾ ഏതാണ്? അഗ്നി വി എന്നിവയിലാണ് ശത്രുവിന്റെ റഡാറുകൾ ജാം ചെയ്യാൻ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ളത്. അഗ്നി വി മിസൈലുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ശത്രുവിന്റെ റഡാർ സിഗ്നലുകളെ തടസ്സപ്പെടുത്താൻ സഹായിക്കുന്നു. ഇത് മിസൈലിന് ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കൂടുതൽ സാധ്യത നൽകുന്നു. ഈ സാങ്കേതികവിദ്യ മിസൈൽ ആക്രമണങ്ങളുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നു. നാഗ് ഏത് തരം മിസൈലാണ്? ഏത് പ്രവർത്തന തത്വത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്? നാഗ് ഒരു ടാങ്ക് വേദ ഗൈഡഡ് മിസൈലാണ്. അത് ഫയർ ആൻഡ് ഫോർഗെറ്റ് എന്ന തത്വത്തിൽ പ്രവർത്തിക്കുന്നു. നാഗ് മിസൈൽ ടാങ്കുകളെ നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു പ്രധാന പ്രതിരോധ ആയുധമാണ്. ഫയർ ആൻഡ് ഫോർഗെറ്റ് തത്വം എന്നാൽ മിസൈൽ തൊടുത്തുവിട്ട ശേഷം ഓപ്പറേറ്റർക്ക് അത് നിയന്ത്രിക്കേണ്ടതില്ല എന്നാണ്. മിസൈൽ സ്വയം ലക്ഷ്യം കണ്ടെത്തി ആക്രമണം പൂർത്തിയാക്കുന്നു. ഇത് സൈനികരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നു. ബ്രഹ്മോസ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത പദ്ധതിയാണ്? അത് ഏത് തരം മിസൈലാണ്? ബ്രഹ്മോസ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു സംയുക്ത പദ്ധതിയാണ്. ഇത് ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ്. ഇത് ഇന്ത്യയുടെയും റഷ്യയുടെയും പ്രതിരോധ സഹകരണത്തിന്റെ ഉദാഹരണമാണ്. കൂടാതെ ഇന്ത്യൻ സായുധ സേനയുടെ ഒരു പ്രധാന ആയുധമാണ്. ബ്രഹ്മോസ് മിസൈലിന് കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയും. ഇത് അതിന്റെ ബഹുമുഖ ഉപയോഗം വ്യക്തമാക്കുന്നു. അർജുൻ യുദ്ധ ടാങ്ക് വികസിപ്പിച്ചത് ഏത് ഇന്ത്യൻ സംഘടനയാണ്? അർജുൻ യുദ്ധ ടാങ്ക് വികസിപ്പിച്ചത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO ആണ്. അർജുൻ മെയിൻ ബാറ്റ് ടാങ്ക് MBT ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു പ്രധാന സൈനിക വാഹനമാണ്. DRDOയുടെ വിജയകരമായ ഗവേഷണ വികസന പ്രവർത്തനങ്ങളുടെ ഉദാഹരണമാണിത്. ഇന്ത്യൻ കരസേനയുടെ യുദ്ധശേഷി വർദ്ധിപ്പിക്കുന്നതിൽ അർജുൻ ടാങ്ക് ഒരു നിർണായക പങ്ക് വഹിക്കുന്നു. തേജസ് എന്താണ്? ഏത് സംഘടനയാണ് ഇത് വികസിപ്പിച്ചത്? തേജസ് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച 4ാം തലമുറ ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റാണ്. ഇത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL വികസിപ്പിച്ചു. തേജസ് ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് LCA ഇന്ത്യയുടെ വ്യോമയാന വ്യവസായത്തിലെ ഒരു പ്രധാന നേട്ടമാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ HAL ഈ വികസനം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ സ്വയംപര്യാപ്തതയുടെ പ്രതീകമാണ്. ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ നവീകരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. പ്രതിരോധ പരീക്ഷണങ്ങളിൽ ലക്ഷ്യയുടെ പ്രാഥമിക പങ്ക് എന്താണ്? ഉപരിതലത്തിൽ നിന്ന് ആകാശത്തേക്കും ആകാശത്തിൽ നിന്ന് ആകാശത്തേക്കുമുള്ള മിസൈലുകളും ടാങ്കുകളും പരീക്ഷിക്കുന്നതിനുള്ള ഒരു ലക്ഷ്യമായി ഉപയോഗിക്കുന്ന ആളില്ലാ വിമാനമാണ് ലക്ഷ്യ എന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആളില്ലാ ഏരിയൽ വെഹിക്കിൾ UAV ആണ്. പ്രതിരോധ പരീക്ഷണങ്ങളിൽ പുതിയ മിസൈൽ സംവിധാനങ്ങളുടെയും റഡാറുകളുടെയും കൃത്യത പരിശോധിക്കുന്നതിന് ഒരു ലക്ഷ്യമായി ഇത് ഉപയോഗിക്കുന്നു. ഇത് പ്രതിരോധ സാങ്കേതികവിദ്യകളുടെ വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ധ്രുവ് ഏത് തരം വിമാനമാണ്? ഏത് സംഘടനയാണ് ഇത് വികസിപ്പിച്ചത്? ധ്രുവ് ഇരട്ട എഞ്ചിനുകളുള്ള ഒരു നൂതന ലൈറ്റ് ഹെലികോപ്റ്ററാണ്. ഇത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL വികസിപ്പിച്ചു. ധ്രുവ് ALH അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്റർ എന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു മൾട്ടിറോൾ ഹെലികോപ്റ്ററാണ്. ഇത് സൈനിക ആവശ്യങ്ങൾക്കും സിവിലിയൻ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഇന്ത്യൻ സൈന്യത്തിന്റെയും മറ്റ് സേനാ വിഭാഗങ്ങളുടെയും ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. പിനാക എന്താണ്? എന്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്? പിനാക ഒരു മൾട്ടിബാരൽ റോക്കറ്റ് ലോഞ്ചറാണ്. ഇത് ശിവന്റെ, ശങ്കരന്റെ, വില്ലായ, പിനാകയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. പിനാക മൾട്ടിബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ്. ഇത് കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ അളവിൽ റോക്കറ്റുകൾ തൊടുക്കാൻ കഴിവുള്ള ഒരു ആയുധ സംവിധാനമാണ്. യുദ്ധക്കളത്തിൽ ശത്രുവിന്റെ വലിയ സൈനിക സന്നാഹങ്ങളെ നേരിടാൻ ഇത് വളരെ ഫലപ്രദമാണ്.
കാളി 5000 എന്താണ്? ഒരു ആയുധമെന്ന നിലയിൽ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു? കാളി 5000 എന്നത് ശക്തമായ ഒരു ബീം ആയുധമാണ്. ഇത് ശത്രുവിമാനങ്ങളുടെയും മിസൈലുകളുടെയും ഇലക്ട്രോണിക് സംവിധാനങ്ങളെയും കമ്പ്യൂട്ടർ ചിപ്പുകളെയും തകർക്കാൻ ശേഷിയുള്ള അതിശക്തമായ മൈക്രോവേവ് തരംഗങ്ങൾ പുറത്തുവിടുന്നു. കാളി 5000 കിലോ ആംപിയർ ലിനിയർ ഇൻജക്ടർ എന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO വികസിപ്പിച്ചെടുത്ത ഒരു അതീവ രഹസ്യ പ്രോജക്റ്റാണ്. ഇത് ഒരു ഡയറക്ട് എനർജി വെപ്പൺ വിഭാഗത്തിൽപ്പെടുന്നു. ശത്രുവിന്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങളെ നിർജ്ജീവമാക്കാനുള്ള ഇതിന്റെ കഴിവ് ഭാവിയിലെ യുദ്ധതന്ത്രങ്ങളിൽ നിർണായകമായേക്കാം. K-15 സാഗരിക എന്നും അറിയപ്പെടുന്ന ഇത് എന്താണ്? ഏത് സംഘടനയാണ് ഇത് വികസിപ്പിച്ചത്? K-15 അഥവാ സാഗരിക ഒരു അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ആണവായുധശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലാണ്. DRDO ആണ് ഇത് വികസിപ്പിച്ചത്. K-15 അഥവാ സാഗരിക ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയമായി വികസിപ്പിച്ച അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ബാലിസ്റ്റിക് മിസൈലാണ്. SLBM ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO ആണ് ഇത് വികസിപ്പിച്ചത്. ഇന്ത്യയുടെ ആണവ പ്രതിരോധ ശേഷിക്ക് ഇത് വലിയ സംഭാവന നൽകുന്നു. എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം AEW&C യുടെ പ്രധാന ധർമ്മം എന്താണ്? ഒരു AEW&C സിസ്റ്റം ശത്രു വിമാനങ്ങളെയും ആളില്ലാ വിമാനങ്ങളെയും UAVs കണ്ടെത്താനും നിരീക്ഷിക്കാനും സഹായിക്കുന്ന ഒരു സേനാ ഗുണന ഘടകമാണ്. ഇത് തത്സമയ ഭീഷണി വിലയിരുത്തലിനും ഇന്റർസെപ്റ്റർ വിമാനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും സഹായിക്കുന്നു. എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം AEW&C എന്നത് ഉയർന്ന ഉയരത്തിൽ നിന്ന് ശത്രുവിന്റെ വ്യോമപ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു റഡാർ സിസ്റ്റമാണ്. ഇത് യുദ്ധഭൂമിയിലെ സാഹചര്യം വ്യക്തമായി മനസ്സിലാക്കാനും ഭീഷണികളെ മുൻകൂട്ടി തിരിച്ചറിയാനും പ്രതിരോധ വിമാനങ്ങളെ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കാനും സഹായിക്കുന്നു. ഇത് വ്യോമസേനയുടെ പ്രതിരോധശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യൻ നാവികസേനയുടെ പ്രോജക്ട് 75 എന്താണ്? അതിലെ അന്തർവാഹിനികളുടെ രൂപകൽപ്പനയിൽ സഹകരിച്ച അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ്? പ്രോജക്ട് 75 6 കൽവരി ക്ലാസ് ഡീസൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനികളുടെ തദ്ദേശീയ നിർമ്മാണമാണ് ഉൾക്കൊള്ളുന്നത്. ഫ്രഞ്ച് നേവൽ ഗ്രൂപ്പും സ്പാനിഷ് നവന്റിയയും സ്കോർപീൻ ക്ലാസ് രൂപകൽപ്പനയിൽ സഹകരിച്ചു. പ്രോജക്ട് 75 എന്നത് ഇന്ത്യൻ നാവികസേനയുടെ നവീകരണത്തിനായുള്ള ഒരു സുപ്രധാന പദ്ധതിയാണ്. ഇതിലൂടെ 6 സ്കോർപീൻ ക്ലാസ് അന്തർവാഹിനികൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നു. മസ്ഗാവ് ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ് MDL ഈ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നത്. ഫ്രാൻസിലെ നേവൽ ഗ്രൂപ്പുമായും സ്പെയിനിലെ നവന്റിയയുമായും സഹകരിച്ചാണ് ഈ അന്തർവാഹിനികൾ രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യൻ നാവികസേനയുടെ പ്രോജക്ട് 75 ൽ നിന്ന് പ്രോജക്ട് 75 എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? പ്രോജക്ട് 75 എന്നത് പ്രോജക്ട് 75 ശേഷമുള്ള തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളുടെ ഒരു പിന്തുടർച്ചാ ക്ലാസാണ്. ഇതിൽ അത്യാധുനിക എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ AIP സിസ്റ്റം ഉൾപ്പെടുത്തുന്നതിന് ഊന്നൽ നൽകുന്നു. പ്രോജക്ട് 75 എന്നത് ഇന്ത്യൻ നാവികസേനയുടെ ഒരു തുടർച്ചാ പദ്ധതിയാണ്. ഇത് പ്രോജക്ട് 75 ൽ നിന്നുള്ള അന്തർവാഹിനികളെക്കാൾ സാങ്കേതികമായി കൂടുതൽ വികസിതമാണ്. ഇതിലെ പ്രധാന സവിശേഷത എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ AIP സിസ്റ്റമാണ്. ഇത് അന്തർവാഹിനികൾക്ക് കൂടുതൽ കാലം വെള്ളത്തിനടിയിൽ കഴിയാനും ശബ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു. ഇത് ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതികവിദ്യയുടെ വളർച്ചയ്ക്ക് ഒരു ഉദാഹരണമാണ്. ഒരു ബാലിസ്റ്റിക് മിസൈലിന്റെയും ക്രൂയിസ് മിസൈലിന്റെയും പ്രവർത്തനത്തിലെ അടിസ്ഥാനപരമായ വ്യത്യാസം വിശദീകരിക്കുക. ഒരു ബാലിസ്റ്റിക് മിസൈൽ പ്രാരംഭ ലോഞ്ചിന് ശേഷം പ്രധാനമായും ഗുരുത്വാകർഷണത്താൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു പാത പിന്തുടരുന്നു. അതേസമയം ഒരു ക്രൂയിസ് മിസൈൽ അതിന്റെ യാത്രയിലുടനീളം പ്രവർത്തിക്കുകയും ലക്ഷ്യസ്ഥാനത്തേക്ക് സജീവമായി സ്വയം നയിക്കുകയും ചെയ്യുന്നു. ബാലിസ്റ്റിക് മിസൈലുകൾ ഒരു റോക്കറ്റ് പോലെ കുത്തനെ മുകളിലേക്ക് ഉയർന്ന് ബഹിരാകാശത്തേക്ക് എത്തുകയും പിന്നീട് ഗുരുത്വാകർഷണം കാരണം ലക്ഷ്യത്തിലേക്ക് പതിക്കുകയും ചെയ്യുന്നു. എന്നാൽ ക്രൂയിസ് മിസൈലുകൾ ഒരു വിമാനം പോലെയാണ് പറക്കുന്നത്. അവയ്ക്ക് സ്വന്തമായി എഞ്ചിനും ചിറകുകളുമുണ്ട്. കൂടാതെ അവയ്ക്ക് ലക്ഷ്യത്തിലേക്ക് പറന്നുപോകാനും വഴിയിൽ മാറ്റങ്ങൾ വരുത്താനും കഴിയും. സൈനിക ആവശ്യങ്ങൾക്കുള്ള സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? റഡാർ, സോണാർ, ഇൻഫ്രാറെഡ് സെൻസറുകൾ എന്നിവ ഉപയോഗിച്ച് വിമാനങ്ങൾ, കപ്പലുകൾ, മിസൈലുകൾ തുടങ്ങിയ സൈനിക പ്ലാറ്റ്ഫോമുകളെ കണ്ടെത്താനുള്ള സാധ്യത കുറയ്ക്കുക എന്നതാണ് സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയുടെ ലക്ഷ്യം. സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ സൈനിക വാഹനങ്ങളെയും ആയുധങ്ങളെയും ശത്രുവിന്റെ കണ്ടെത്തൽ സംവിധാനങ്ങളിൽ നിന്ന് മറച്ചുപിടിക്കാൻ സഹായിക്കുന്നു. റഡാർ തരംഗങ്ങളെ ചിതറിച്ചും ചൂട് പുറന്തള്ളുന്നത് കുറച്ചും
ശബ്ദം നിയന്ത്രിച്ചും ഇവയെ കണ്ടെത്താൻ പ്രയാസമാക്കുന്നു. ഇത് യുദ്ധഭൂമിയിൽ ഒരു തന്ത്രപരമായ മേൽക്കോയ്മ നൽകുന്നു. ഇന്ത്യൻ മിസൈൽ സാങ്കേതികവിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് ഇന്ത്യൻ മിസൈൽ സാങ്കേതികവിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ മിസൈൽ പ്രോഗ്രാമിന്റെയും ആണവ പരീക്ഷണങ്ങളുടെയും വികസനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അഗ്നി, പൃഥ്വി തുടങ്ങിയ മിസൈലുകൾ വിജയകരമായി വികസിപ്പിച്ചു. അദ്ദേഹത്തെ ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നും വിളിക്കുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഏതു പാളിയാണ് വൈദ്യുത ചാർജുള്ള അയോണുകൾ അടങ്ങിയിരിക്കുന്നതും അയോൺ സിസ്റ്റം എന്ന് അറിയപ്പെടുന്നതും? അയണോസ്ഫിയർ ആണ് ഭൂമിയുടെ അന്തരീക്ഷത്തിലെ വൈദ്യുത ചാർജുള്ള അയോണുകൾ അടങ്ങിയിരിക്കുന്നതും പലപ്പോഴും അയോൺ സിസ്റ്റം എന്ന് അറിയപ്പെടുന്നതുമായ പാളി. അയണോസ്ഫിയർ എന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഒരു പാളിയാണ്. ഇത് സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ്, എക്സ്റേ വികിരണങ്ങൾ കാരണം അയോണീകരിക്കപ്പെട്ട വാതക തന്മാത്രകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ പാളിയാണ് റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത്. ഇത് ഭൂമിയിലുടനീളം ആശയവിനിമയത്തിന് സഹായിക്കുന്നു. ഈ പാളിയെ തെർമോസ്ഫിയറിനുള്ളിൽ കാണപ്പെടുന്നു. ജൂണോ എന്താണ്? ഏത് ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? സൗരയൂഥത്തിലെ അഞ്ചാമത്തെ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ US ബഹിരാകാശ ഏജൻസിയായ നാസ വിക്ഷേപിച്ച ഒരു ബഹിരാകാശ ഗവേഷണ വാഹനമാണ് ജൂണോ. നാസയുടെ ജൂണോ പേടകം 2011-ൽ വിക്ഷേപിക്കുകയും 2016-ൽ വ്യാഴത്തിന്റെ ഭ്രമണപഥത്തിൽ എത്തുകയും ചെയ്തു. വ്യാഴത്തിന്റെ ഘടന, ഗുരുത്വാകർഷണ മണ്ഡലം, കാന്തികക്ഷേത്രം, ധ്രുവീയ മേഘപാളികൾ എന്നിവയെക്കുറിച്ച് പഠിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇത് വ്യാഴത്തിന്റെ ഉത്ഭവത്തെയും പരിണാമത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. സുഖോയ് യുദ്ധവിമാനത്തിൽ പറന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമായിരുന്നു സുഖോയ് യുദ്ധവിമാനത്തിൽ പറന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. 2007-ൽ അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരു സുഖോയ് 30 MKI യുദ്ധവിമാനത്തിൽ പറന്നു. 75 വയസ്സായിരുന്ന അദ്ദേഹം യുദ്ധവിമാനത്തിൽ പറക്കുന്ന ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രത്തലവനായി മാറി. ഇത് ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും യുവാക്കൾക്ക് പ്രചോദനമാകുകയും ചെയ്തു. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ തെറ്റിനോ അല്ലെങ്കിൽ തകരാറിനോ പറയുന്ന പേരെന്ത്? ബഗ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിൽ ബഗ് എന്നത് ഒരു സോഫ്റ്റ്വെയർ കോഡിന്റെ പിശകിനെ സൂചിപ്പിക്കുന്നു. ഇത് പ്രോഗ്രാം ഉദ്ദേശിക്കാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ കാരണമാകുന്നു. ആദ്യത്തെ കമ്പ്യൂട്ടർ ബഗ് ഒരു യഥാർത്ഥ ഷഡ്പദമായിരുന്നു. അത് ഹാർവാർഡ് മാർക്ക് 2 റിലേയിൽ കുടുങ്ങി യന്ത്രം തകരാറിലാക്കി. സെക്കൻഡിൽ 1 ട്രില്യൺ കണക്കുകൂട്ടലുകൾ നടത്താൻ കഴിവുള്ള 1998-ൽ പൂനെ നിർമ്മിച്ച സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? പരം 10000. പരം 10000 എന്നത് ഇന്ത്യയുടെ തദ്ദേശീയ സൂപ്പർ കമ്പ്യൂട്ടർ വികസനത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ് കമ്പ്യൂട്ടിംഗ് ആണ് ഇത് വികസിപ്പിച്ചത്. ഇന്ത്യയുടെ കമ്പ്യൂട്ടിംഗ് ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ പരം സീരീസ് വലിയ പങ്കുവഹിച്ചു. കമ്പ്യൂട്ടറുകളിൽ നടത്തുന്ന ആണവ പരീക്ഷണങ്ങൾക്ക് പറയുന്ന പേരെന്ത്? സബ്ക്രിട്ടിക്കൽ ടെസ്റ്റുകൾ. സബ്ക്രിട്ടിക്കൽ ടെസ്റ്റുകൾ എന്നത് ആണവായുധങ്ങളുടെ സുരക്ഷയും വിശ്വാസ്യതയും വിലയിരുത്തുന്നതിനായി യഥാർത്ഥ ആണവ സ്ഫോടനം നടത്താതെ കമ്പ്യൂട്ടർ സിമുലേഷനുകളും മറ്റ് ശാസ്ത്രീയ മാർഗങ്ങളും ഉപയോഗിച്ച് നടത്തുന്ന പരീക്ഷണങ്ങളാണ്. ഇത് ആണവ വ്യാപനം തടയുന്നതിനുള്ള ആഗോള ഉടമ്പടികൾ പാലിച്ചുകൊണ്ട് ആയുധങ്ങൾ പരിപാലിക്കാൻ സഹായിക്കുന്നു. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം അപ്രതീക്ഷിതമായി നിലച്ചുപോകുന്നതിനെ അല്ലെങ്കിൽ പിഴവ് സംഭവിക്കുന്നതിനെ എന്തു പറയുന്നു? ക്രാഷ്. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ക്രാഷ് ചെയ്യുമ്പോൾ അത് അപ്രതീക്ഷിതമായി അടച്ചുപോകുകയോ പ്രതികരിക്കാതിരിക്കുകയോ ചെയ്യുന്നു. സോഫ്റ്റ്വെയർ ബഗുകൾ, ഹാർഡ്വെയർ തകരാറുകൾ, അല്ലെങ്കിൽ സിസ്റ്റം വിഭവങ്ങളുടെ അപര്യാപ്തത എന്നിവ ക്രാഷിന് കാരണമാകാം. ഇത് ഉപയോക്താവിന്റെ ഡാറ്റ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. PROLOG ഏത് തലമുറ കമ്പ്യൂട്ടർ ഭാഷയിൽ ഉൾപ്പെടുന്നു? 5ാം തലമുറ. പ്രോലോഗ് PROLOG പ്രോഗ്രാമിംഗ് ഇൻ ലോജിക് എന്നത് 5ാം തലമുറ കമ്പ്യൂട്ടർ ഭാഷയാണ്. ഇത് പ്രധാനമായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI, ലോജിക് പ്രോഗ്രാമിംഗ് എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു. ജാപ്പനീസ് 5ാം തലമുറ കമ്പ്യൂട്ടർ പ്രോജക്റ്റിൽ പ്രോലോഗ് ഒരു പ്രധാന പങ്ക് വഹിച്ചു. 2G, 3G, 4G സ്പെക്ട്രം പോലുള്ള പദങ്ങളിൽ G എന്ന അക്ഷരം എന്തിനെ സൂചിപ്പിക്കുന്നു?
ജനറേഷൻ തലമുറ 2G 3G 4G 5G തുടങ്ങിയവ മൊബൈൽ വയർലെസ് സാങ്കേതികവിദ്യയുടെ ഓരോ തലമുറയെയും സൂചിപ്പിക്കുന്നു. ഓരോ പുതിയ തലമുറയും മുൻ തലമുറയേക്കാൾ ഉയർന്ന ഡാറ്റാ വേഗതയും മെച്ചപ്പെട്ട സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. ഉദാഹരണത്തിന് 5G ഏറ്റവും പുതിയതും അതിവേഗമുള്ളതുമായ സാങ്കേതികവിദ്യയാണ്. ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ സാധാരണ വേഡ് ലെങ്ത് ബിറ്റുകളിലും ബൈറ്റുകളിലും എത്രയാണ്? 32 ബിറ്റുകൾ അല്ലെങ്കിൽ 4 ബൈറ്റുകൾ. കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ വേഡ് ലെങ്ത് എന്നത് ഒരു പ്രോസസ്സറിന് ഒരേ സമയം പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ഡാറ്റയുടെ അളവിനെ സൂചിപ്പിക്കുന്നു. മിക്ക പഴയ പേഴ്സണൽ കമ്പ്യൂട്ടറുകളും 32 ബിറ്റ് ആർക്കിടെക്ചർ ഉപയോഗിച്ചിരുന്നു. ഇത് ഓരോ വാക്കിലും 4 ബൈറ്റുകൾ ഉൾക്കൊള്ളുന്നു. 1 ബൈറ്റ് സമം 8 ബിറ്റ്സ്. ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന്റെ സാധാരണ വേഡ് ലെങ്ത് ബിറ്റുകളിലും ബൈറ്റുകളിലും എത്രയാണ്? 64 ബിറ്റുകൾ അല്ലെങ്കിൽ 8 ബൈറ്റുകൾ. സൂപ്പർ കമ്പ്യൂട്ടറുകൾക്ക് വലിയ അളവിലുള്ള ഡാറ്റ വേഗത്തിൽ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവ് ആവശ്യമാണ്. അതിനാലാണ് അവ സാധാരണയായി 64 ബിറ്റ് ആർക്കിടെക്ചർ ഉപയോഗിക്കുന്നത്. ഇത് ഓരോ വാക്കിലും 8 ബൈറ്റുകൾ ഉൾക്കൊള്ളുന്നു. ഇത് കൂടുതൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾക്ക് സഹായിക്കുന്നു. പരസ്യങ്ങൾക്കോ മാൽവെയറുകൾക്കോ വേണ്ടി വലിയൊരു കൂട്ടം ഉപയോക്താക്കൾക്ക് അയക്കുന്ന ആവശ്യപ്പെടാത്ത ബൾക്ക് ഇമെയിലുകൾക്ക് പറയുന്ന പേരെന്ത്? സ്പാം. സ്പാം എന്നത് അനാവശ്യവും ബൾക്കായി അയക്കുന്നതുമായ ഇലക്ട്രോണിക് സന്ദേശങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് ഇമെയിലുകൾ. ഇത് പലപ്പോഴും പരസ്യങ്ങൾ, ഫിഷിംഗ് ശ്രമങ്ങൾ അല്ലെങ്കിൽ മാൽവെയറുകൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. സ്പാം ഫിൽട്ടറുകൾ ഇത്തരം സന്ദേശങ്ങളെ തടയാൻ സഹായിക്കുന്നു. കമ്പ്യൂട്ടർ മെമ്മറിയിൽ പ്രവേശിച്ച് ഡാറ്റ നശിപ്പിക്കുകയോ മായ്ച്ചുകളയുകയോ മാറ്റം വരുത്തുകയോ ചെയ്യുന്ന മറ്റ് പ്രോഗ്രാമുകളിലൂടെയോ ഇന്റർനെറ്റിലൂടെയോ പലപ്പോഴും എത്തുന്ന ഒരു ക്ഷുദ്രകരമായ പ്രോഗ്രാം ഏതാണ്? കമ്പ്യൂട്ടർ വൈറസ്. കമ്പ്യൂട്ടർ വൈറസ് എന്നത് സ്വയം പ്രചരിക്കുന്ന ഒരുതരം മാൽവെയർ ആണ്. ഇത് മറ്റ് പ്രോഗ്രാമുകളെ അല്ലെങ്കിൽ ഫയലുകളെ ബാധിച്ച് സ്വയം പകർത്തി കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നു. ഡാറ്റ നഷ്ടം, സിസ്റ്റം വേഗത കുറയുക, സുരക്ഷാ ലംഘനങ്ങൾ എന്നിവയ്ക്ക് ഇത് കാരണമാവാം. കമ്പ്യൂട്ടർ വൈറസുകളെ കണ്ടെത്തുന്നതിനും ഇല്ലാതാക്കുന്നതിനും രൂപകൽപ്പന ചെയ്ത സോഫ്റ്റ്വെയർ ഏതാണ്? ആന്റിവൈറസ് പ്രോഗ്രാം. ആന്റിവൈറസ് പ്രോഗ്രാമുകൾ കമ്പ്യൂട്ടറുകളെ ക്ഷുദ്രവെയറുകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഇത് വൈറസുകളെയും മറ്റ് ഭീഷണികളെയും സ്കാൻ ചെയ്യുകയും കണ്ടെത്തുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്നു. വിവരസുരക്ഷയ്ക്ക് ഇവ അത്യന്താപേക്ഷിതമാണ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നെറ്റ്വർക്ക് വഴി അനുമതിയില്ലാതെ പ്രവേശിച്ച് രഹസ്യ വിവരങ്ങളിൽ ഇടപെടുന്ന പ്രവൃത്തിയെ എന്തു പറയുന്നു? ഹാക്കിംഗ്. ഹാക്കിംഗ് എന്നത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കോ നെറ്റ്വർക്കിലേക്കോ അനുമതിയില്ലാതെ പ്രവേശിക്കുന്ന പ്രവൃത്തിയാണ്. ഇത് പലപ്പോഴും ഡാറ്റ മോഷ്ടിക്കാനോ നശിപ്പിക്കാനോ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനോ ലക്ഷ്യമിടുന്നു. സൈബർ സുരക്ഷാ ലംഘനങ്ങളിൽ ഇത് ഒരു പ്രധാന വെല്ലുവിളിയാണ്. ഇന്റർനെറ്റ് വഴിയോ മറ്റ് ഇലക്ട്രോണിക് മാർഗങ്ങളിലൂടെയോ ഒരു വ്യക്തിയെയോ ഗ്രൂപ്പിനെയോ സ്ഥാപനത്തെയോ ആവർത്തിച്ച് ഉപദ്രവിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന പദം എന്താണ്? സൈബർ സ്റ്റാക്കിംഗ്. സൈബർ സ്റ്റാക്കിംഗ് എന്നത് ഇന്റർനെറ്റ് വഴിയുള്ള ഉപദ്രവത്തിന്റെ ഒരു രൂപമാണ്. ഇത് ഇമെയിലുകൾ, സോഷ്യൽ മീഡിയ, തൽക്ഷണ സന്ദേശങ്ങൾ എന്നിവയിലൂടെ നിരന്തരമായ ഭീഷണികൾ, അപകീർത്തിപ്പെടുത്തലുകൾ, സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്നിവ ഉൾക്കൊള്ളുന്നു. ഇത് വ്യക്തികളുടെ മാനസികാരോഗ്യത്തെയും സുരക്ഷയെയും ദോഷകരമായി ബാധിക്കുന്ന ഒരു കുറ്റകൃത്യമാണ്. കമ്പ്യൂട്ടർ പദാവലിയിൽ ആലു എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്. കമ്പ്യൂട്ടർ പ്രോസസറിന്റെ CPU ഒരു പ്രധാന ഭാഗമാണ് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, ആലു. ഇത് ഗണിതശാസ്ത്രപരമായ പ്രവർത്തനങ്ങളായ കൂട്ടിച്ചേർക്കൽ, കുറക്കൽ, ഗുണനം, ഹരണം എന്നിവയും ലോജിക്കൽ പ്രവർത്തനങ്ങളായ താരതമ്യങ്ങൾ എന്നിവയും നിർവഹിക്കുന്നു. കമ്പ്യൂട്ടറിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തീരുമാനമെടുക്കലുകളും ആലു വഴിയാണ് നടക്കുന്നത്. ALGOL എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? അൽഗോരിത്മിക് ലാംഗ്വേജ്. 1950കളുടെ അവസാനത്തിൽ വികസിപ്പിച്ച ALGOL അൽഗോരിത്മിക് ലാംഗ്വേജ് ഒരു ആദ്യകാല ഹൈ ലെവൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഭാഷയാണ്. അൽഗോരിതങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തുന്നതിന് ഇത് പ്രാധാന്യം നൽകി. പിൽക്കാല പ്രോഗ്രാമിംഗ് ഭാഷകളായ പാസ്കൽ, C എന്നിവയുടെ വികസനത്തിന് ALGOL വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ASCII എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്.
ASCII അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നത് ഇലക്ട്രോണിക് ആശയവിനിമയത്തിനായി ടെക്സ്റ്റ് ക്യാരക്ടറുകളെ എൻകോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ക്യാരക്ടർ എൻകോഡിംഗ് സ്റ്റാൻഡേർഡാണ്. അക്ഷരങ്ങൾ, അക്കങ്ങൾ, ചിഹ്നങ്ങൾ എന്നിവയെല്ലാം കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാവുന്ന ബൈനറി രൂപത്തിലേക്ക് മാറ്റാൻ ഇത് സഹായിക്കുന്നു. ഇത് കമ്പ്യൂട്ടറുകൾക്കിടയിൽ വിവര കൈമാറ്റം എളുപ്പമാക്കുന്നു. ബേസിക് എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ്. ബേസിക്, ബിഗിനർ എസ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ് എന്നത് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ഭാഷയാണ്. 1960കളിൽ വിദ്യാർത്ഥികളെ പ്രോഗ്രാമിംഗ് പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇത് വികസിപ്പിച്ചെടുത്തു. പേഴ്സണൽ കമ്പ്യൂട്ടറുകളുടെ ആദ്യകാലങ്ങളിൽ ഇത് വളരെ പ്രചാരത്തിലുണ്ടായിരുന്നു. CPU എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. കമ്പ്യൂട്ടറിന്റെ മസ്തിഷ്കം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU ആണ് എല്ലാ നിർദ്ദേശങ്ങളും പ്രോഗ്രാമുകളും പ്രവർത്തിപ്പിക്കുന്നത്. ഇത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഡാറ്റ പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നു. കമ്പ്യൂട്ടറിന്റെ വേഗതയും കാര്യക്ഷമതയും CPUവിന്റെ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കുന്നു. CAD എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. CAD കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്നത് ഡിസൈനിംഗിനും സാങ്കേതിക ഡ്രോയിംഗുകൾക്കും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. എഞ്ചിനീയർമാർക്കും വാസ്തുശില്പികൾക്കും ഉൽപ്പന്ന ഡിസൈനർമാർക്കും ഇത് വളരെ പ്രയോജനകരമാണ്. ഉൽപ്പന്നങ്ങളുടെ രൂപകൽപ്പനയും വികസന പ്രക്രിയയും വേഗത്തിലാക്കാനും കൃത്യത വർദ്ധിപ്പിക്കാനും CAD സഹായിക്കുന്നു. എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സ്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സ് എന്നത് ഇന്ത്യയുടെ ടെലികമ്മ്യൂണിക്കേഷൻ സാങ്കേതികവിദ്യയുടെ ഗവേഷണത്തിനും വികസനത്തിനുമായി സ്ഥാപിച്ച ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. 1984-ൽ സ്ഥാപിതമായ ഇത് ഗ്രാമീണ ടെലികമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ സ്വിച്ചിംഗ് സിസ്റ്റങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇന്ത്യയിലെ ടെലികോം വിപ്ലവത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. DTP എന്നതിന്റെ പൂർണ്ണരൂപമെന്ത്? ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ്. DTP എന്നത് കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് പുസ്തകങ്ങൾ, മാസികകൾ, ബ്രോഷറുകൾ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന പ്രക്രിയയെ സൂചിപ്പിക്കുന്നു. ഇത് ലേഔട്ട്, ഗ്രാഫിക്സ്, ടെക്സ്റ്റ് എഡിറ്റിംഗ് എന്നിവ ഒരുമിച്ച് കൊണ്ടുവരുന്നു. കമ്പ്യൂട്ടിംഗിൽ ഫ്ലോപ്സ് എന്നതിന്റെ പൂർണ്ണരൂപമെന്ത്? ഫ്ലോട്ടിംഗ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്. ഫ്ലോപ്സ് എന്നത് ഒരു കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് ശേഷി അളക്കുന്ന ഒരു യൂണിറ്റാണ്. ഇത് ഒരു സെക്കൻഡിൽ എത്ര ഫ്ലോട്ടിംഗ് പോയിന്റ് ഗണിത പ്രവർത്തനങ്ങൾ നടത്താൻ കമ്പ്യൂട്ടറിന് കഴിയുമെന്ന് സൂചിപ്പിക്കുന്നു. ഇത് സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ വേഗത അളക്കാൻ പ്രധാനമാണ്. പ്രോഗ്രാമിംഗിൽ HLL എന്നതിന്റെ പൂർണ്ണരൂപമെന്ത്? ഹൈ ലെവൽ ലാംഗ്വേജ്. HLL എന്നത് മനുഷ്യർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുതരം കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഭാഷയാണ്. ഉദാഹരണത്തിന് പൈത്തൺ, ജാവ, C++. ഇത് മെഷീൻ കോഡിനെ ആശ്രയിക്കാതെ പ്രോഗ്രാമിംഗ് ലളിതമാക്കുന്നു, അതിനാൽ കൂടുതൽ വേഗത്തിൽ കോഡിംഗ് സാധ്യമാക്കുന്നു. HTML എന്നതിന്റെ പൂർണ്ണരൂപമെന്ത്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. വെബ് പേജുകളും വെബ് ആപ്ലിക്കേഷനുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് മാർക്കപ്പ് ഭാഷയാണ് HTML. വെബ് ബ്രൗസറുകൾ ഉള്ളടക്കം എങ്ങനെ പ്രദർശിപ്പിക്കണം എന്ന് ഇത് ഘടനാപരമായി നിർവചിക്കുന്നു. LAN എന്നതിന്റെ പൂർണ്ണരൂപമെന്ത്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. LAN എന്നത് താരതമ്യേന ചെറിയൊരു ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത്, അതായത് ഒരു വീട്, ഓഫീസ് കെട്ടിടം അല്ലെങ്കിൽ ഒരു ക്യാമ്പസ് എന്നിവിടങ്ങളിൽ കമ്പ്യൂട്ടറുകളെയും അനുബന്ധ ഉപകരണങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ്. ഇത് ഡാറ്റ കൈമാറ്റവും റിസോഴ്സ് പങ്കിടലും സാധ്യമാക്കുന്നു. മോഡം എന്നതിന്റെ പൂർണ്ണരൂപമെന്ത്? മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ. മോഡം എന്നത് ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളായും മോഡുലേഷൻ, തിരിച്ചും ഡിമോഡുലേഷൻ മാറ്റാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ്. ടെലിഫോൺ ലൈനുകളിലൂടെയോ കേബിളുകളിലൂടെയോ ഇന്റർനെറ്റ് കണക്ടിവിറ്റിക്ക് ഇത് അത്യാവശ്യമാണ്. RAM എന്നതിന്റെ പൂർണ്ണരൂപമെന്ത്? റാൻഡം ആക്സസ് മെമ്മറി. RAM എന്നത് കമ്പ്യൂട്ടറിലെ താൽക്കാലിക ഡാറ്റാ സംഭരണത്തിനുള്ള ഒരുതരം മെമ്മറിയാണ്. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളും ഡാറ്റയും ഇവിടെ സൂക്ഷിക്കുന്നു. ഇത് പ്രോസസറിന് വേഗത്തിൽ ഡാറ്റ ആക്സസ് ചെയ്യാൻ സഹായിക്കുന്നു. കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുമ്പോൾ ഇതിലെ ഡാറ്റ നഷ്ടപ്പെടും.
റോം എന്നതിന്റെ പൂർണ്ണ രൂപമെന്ത്? റീഡ് ഓൺലി മെമ്മറി. റോം എന്നത് കമ്പ്യൂട്ടറിലെ സ്ഥിരമായ ഡാറ്റാ സംഭരണത്തിനുള്ള മെമ്മറിയാണ്. കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നതിനാവശ്യമായ അടിസ്ഥാന നിർദ്ദേശങ്ങൾ, ബിയോസ് പോലുള്ളവ ഇതിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇത് ഓഫ് ചെയ്താലും മാഞ്ഞുപോകില്ല. ഡാറ്റ സാധാരണയായി മാറ്റിയെഴുതാൻ കഴിയില്ല. VDU എന്നാൽ എന്താണ്? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ് VDU, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. ഇത് ഉപയോക്താവിന് വിവരങ്ങൾ ദൃശ്യരൂപത്തിൽ പ്രദർശിപ്പിക്കുന്നു. മോണിറ്ററുകൾ, സ്ക്രീനുകൾ എന്നിവ VDUവിന്റെ ഉദാഹരണങ്ങളാണ്. WAN എന്നാൽ എന്താണ്? വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വിശാലമായ ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലയാണ് WAN, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വിവിധ രാജ്യങ്ങളിലെയും നഗരങ്ങളിലെയും കമ്പ്യൂട്ടറുകളെ ഇത് പരസ്പരം ബന്ധിപ്പിക്കുന്നു. ഇന്റർനെറ്റ് ഒരു WAN ഉദാഹരണമാണ്. WWW എന്നാൽ എന്താണ്? വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് വെബ് WWW എന്നത് പരസ്പരം ബന്ധിപ്പിച്ച ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റുകളുടെ ഒരു സംവിധാനമാണ്. ഇന്റർനെറ്റിലൂടെ ഇത് ലഭ്യമാണ്. 1989-ൽ ടിം ബെർണേഴ്സ്-ലീ ആണ് ഇതിന് തുടക്കമിട്ടത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ AI പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഒരു യന്ത്രത്തെ ബുദ്ധിപരമാക്കുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI എന്നത് മനുഷ്യന്റെ ചിന്താശേഷിയെയും പഠനശേഷിയെയും അനുകരിക്കുന്ന യന്ത്രങ്ങൾ വികസിപ്പിക്കുന്ന സാങ്കേതികവിദ്യയാണ്. പ്രശ്നപരിഹാരം, തീരുമാനമെടുക്കൽ, ഭാഷ മനസ്സിലാക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ യന്ത്രങ്ങൾക്ക് കഴിവ് നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ AI പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജോൺ മക്കാർത്തി. കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനായ ജോൺ മക്കാർത്തിയെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവായി കണക്കാക്കുന്നത്. 1956-ൽ ഡാർട്ട്മൌത്ത് കോൺഫറൻസിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. അതിൽ അദ്ദേഹത്തിന് പ്രധാന പങ്കുണ്ടായിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ ബ്ലൈൻഡ് സെർച്ചിന്റെ മറ്റൊരു പേരെന്താണ്? അൺഇൻഫോംഡ് സെർച്ച്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ അൺഇൻഫോംഡ് സെർച്ച് അല്ലെങ്കിൽ ബ്ലൈൻഡ് സെർച്ച് അൽഗോരിതങ്ങൾ ലക്ഷ്യത്തെക്കുറിച്ചോ പാതയെക്കുറിച്ചോ മുൻകൂട്ടി വിവരങ്ങളില്ലാത്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നു. ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്, BFS, ഡെപ്ത് ഫസ്റ്റ് സെർച്ച്, DFS എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. സന്തോഷകരമായ ഹാപ്പി അവസ്ഥകളെയും സന്തോഷകരമല്ലാത്ത അൺഹാപ്പി അവസ്ഥകളെയും കൈകാര്യം ചെയ്യുന്ന AI ഏജന്റ് ഏതാണ്? യൂട്ടിലിറ്റി അധിഷ്ഠിത ഏജന്റ്. യൂട്ടിലിറ്റി അധിഷ്ഠിത ഏജന്റുകൾക്ക് ഒരു നിശ്ചിത അവസ്ഥയുടെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ മൂല്യം കണക്കാക്കാനുള്ള കഴിവുണ്ട്. ഈ ഏജന്റുകൾ അവരുടെ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒരു ലക്ഷ്യം നേടുക എന്നതിലുപരി ഏറ്റവും ഉയർന്ന യൂട്ടിലിറ്റി മൂല്യമുള്ള അവസ്ഥയിലേക്ക് എത്താനാണ്. മുഖഭാവങ്ങൾക്കായുള്ള മുഖമുദ്രകൾക്ക് ഫേഷ്യൽ ഐഡന്റിറ്റീസ് ഫോർ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഏതുതരം പഠന അൽഗോരിതമാണ് ഉപയോഗിക്കുന്നത്? തിരിച്ചറിയൽ പാറ്റേണുകൾ, റെക്കഗ്നിഷൻ പാറ്റേൺസ്. മുഖഭാവങ്ങൾ തിരിച്ചറിയുന്നതിന് പാറ്റേൺ റെക്കഗ്നിഷൻ അൽഗോരിതങ്ങളാണ് ഉപയോഗിക്കുന്നത്. മെഷീൻ ലേണിംഗിന്റെ ഒരു ശാഖയായ ഇത് വിവരങ്ങളിലെ പാറ്റേണുകളെ സ്വയമേവ കണ്ടെത്താനും വ്യാഖ്യാനിക്കാനും സഹായിക്കുന്നു. ഇത് കമ്പ്യൂട്ടർ വിഷൻ, സ്പീച്ച് റെക്കഗ്നിഷൻ തുടങ്ങിയ മേഖലകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. വലിയ ഡാറ്റാബേസുകളിൽ മെഷീൻ ലേണിംഗ് രീതികൾ പ്രയോഗിക്കുന്നതിനെ എന്താണ് പറയുന്നത്? ഡാറ്റ മൈനിംഗ്. ഡാറ്റ മൈനിംഗ് എന്നത് വലിയ ഡാറ്റാസെറ്റുകളിൽ നിന്ന് പാറ്റേണുകളും ട്രെൻഡുകളും കണ്ടെത്താനുള്ള പ്രക്രിയയാണ്. മെഷീൻ ലേണിംഗ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഡാറ്റാബേസ് സിസ്റ്റംസ് എന്നിവയുടെ സംയോജനമാണിത്. ബിസിനസ് ഇന്റലിജൻസ്, സയന്റിഫിക് റിസർച്ച് തുടങ്ങിയ മേഖലകളിൽ ഇത് പ്രധാനമാണ്. ഡാറ്റയിലെ അസാധാരണമായ മൂല്യങ്ങൾ, ഔട്ട്ലയേഴ്സ്, കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? അനോമലി ഡിറ്റക്ഷൻ. അനോമലി ഡിറ്റക്ഷൻ എന്നത് ഒരു ഡാറ്റാസെറ്റിലെ അസാധാരണമായ പാറ്റേണുകളെ അല്ലെങ്കിൽ ഔട്ട്ലിയറുകളെ തിരിച്ചറിയുന്നതിനുള്ള സാങ്കേതികവിദ്യയാണ്. സിസ്റ്റത്തിലെ തകരാറുകൾ, ബാങ്കിംഗ് തട്ടിപ്പുകൾ, മെഡിക്കൽ രോഗനിർണയം തുടങ്ങിയ നിരവധി ആപ്ലിക്കേഷനുകളിൽ ഇത് പ്രയോജനപ്പെടുന്നു. ഒരു ജനറ്റിക് അൽഗോരിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായി കണക്കാക്കപ്പെടുന്നത് എന്താണ്? ക്രോസ്ഓവർ. ജനറ്റിക് അൽഗോരിതങ്ങളിൽ ക്രോസ്ഓവർ എന്നത് 2 പേരന്റ് ക്രോമോസോമുകളിൽ നിന്ന് പുതിയ സന്തതി ക്രോമോസോമുകൾ സൃഷ്ടിക്കുന്ന ഒരു പ്രധാന ഘട്ടമാണ്.
ഇത് പരിണാമപരമായ കമ്പ്യൂട്ടേഷനിൽ വൈവിധ്യം കൊണ്ടുവരാനും മികച്ച പരിഹാരങ്ങൾ കണ്ടെത്താനും സഹായിക്കുന്നു. ഈ പ്രക്രിയ പ്രകൃതിദത്തമായ ജനിതക പുനഃസംയോജനത്തെ അനുകരിക്കുന്നു. സ്വതന്ത്രമായി ഉപയോഗിക്കാനും പുനരുപയോഗിക്കാനും പുനർവിതരണം ചെയ്യാനും കഴിയുന്ന, പലപ്പോഴും കടപ്പാട് ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ഏതാണ്? ഓപ്പൺ ഡാറ്റ. ഓപ്പൺ ഡേറ്റ. ഓപ്പൺ ഡാറ്റ എന്നത് നിയന്ത്രണങ്ങളോ സാമ്പത്തിക തടസ്സങ്ങളോ ഇല്ലാതെ ആർക്കും സ്വതന്ത്രമായി ഉപയോഗിക്കാനും പുനരുപയോഗിക്കാനും വിതരണം ചെയ്യാനും കഴിയുന്ന വിവരങ്ങളാണ്. പലപ്പോഴും വിവരസ്രോതസ്സിനെക്കുറിച്ച് കടപ്പാട് നൽകേണ്ടിവരും. സുതാര്യത, നവീകരണം, സാമൂഹിക നേട്ടങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഓപ്പൺ ഡാറ്റയുടെ പ്രധാന ലക്ഷ്യം. വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്നും ആപ്ലിക്കേഷനുകളിൽ നിന്നും വിവരങ്ങൾ സംയോജിപ്പിക്കുന്ന ആശയം ഏതാണ്? ബിഗ് ഡാറ്റ. ബിഗ് ഡേറ്റ. ബിഗ് ഡാറ്റ എന്നത് വലിയ അളവിലുള്ളതും അതിവേഗം വരുന്നതുമായ വൈവിധ്യമാർന്ന വിവരശേഖരങ്ങളെ സൂചിപ്പിക്കുന്നു. പരമ്പരാഗത ഡാറ്റ പ്രോസസ്സിംഗ് ടൂളുകൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്ര വലുതും സങ്കീർണവുമായ ഡാറ്റയാണിത്. ഇതിന്റെ വിശകലനം പുതിയ ട്രെൻഡുകളും പാറ്റേണുകളും കണ്ടെത്താൻ സഹായിക്കുന്നു. യഥാർത്ഥമെന്ന് തോന്നിക്കുന്ന വ്യാജ ചിത്രങ്ങളും ഓഡിയോകളും വീഡിയോകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏതാണ്? ഡീപ്ഫേക്ക് എഐ. ഡീപ്ഫേക്ക് എഐ. ഡീപ്ഫേക്ക് എഐ എന്നത് ജനറേറ്റീവ് അഡ്വേഴ്സറിയൽ നെറ്റ്വർക്കുകൾ, ഗൺസ് പോലുള്ള ഡീപ് ലേണിംഗ് സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് വ്യാജ മീഡിയകൾ സൃഷ്ടിക്കുന്ന രീതിയാണ്. വ്യക്തികളുടെ മുഖങ്ങളോ ശബ്ദങ്ങളോ ഡിജിറ്റലായി മാറ്റിയെടുക്കാൻ ഇത് സഹായിക്കുന്നു. ഇത് വിനോദത്തിന് ഉപയോഗിക്കാമെങ്കിലും തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള സാധ്യത കാരണം ആശങ്കകൾക്ക് ഇടയാക്കുന്നു. മനുഷ്യ മസ്തിഷ്കം വിവരങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് അനുകരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഏതാണ്? ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. ആൻ. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ആൻ എന്നത് മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഘടനയും പ്രവർത്തനവും അനുകരിക്കുന്ന കമ്പ്യൂട്ടർ അൽഗോരിതങ്ങളാണ്. ഇത് ഡാറ്റ പാറ്റേണുകൾ പഠിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും പ്രവചനങ്ങൾ നടത്താനും രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കൂട്ടം നോഡുകളാണ്. മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലകളിൽ ആൻകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആദ്യത്തെ പുരാതന ഒളിമ്പിക്സ് എപ്പോഴാണ്, എവിടെയാണ് നടന്നത്? BC 776 ഗ്രീസിലെ ഒളിമ്പിയയിൽ. ആദ്യത്തെ രേഖപ്പെടുത്തപ്പെട്ട പുരാതന ഒളിമ്പിക്സ് നടന്നത് BC 776 ഗ്രീസിലെ ഒളിമ്പിയയിലാണ്. ഈ കായിക മാമാങ്കം സ്യൂസ് ദേവന് സമർപ്പിക്കപ്പെട്ട ഒരു മതപരമായ ആഘോഷമായിരുന്നു. 4 വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്ന ഇത് ഗ്രീക്ക് നാഗരികതയുടെ ഒരു പ്രധാന ഭാഗമായിരുന്നു. ഒളിമ്പിക്സ് എന്ന പേര് ഈ കളികൾക്ക് ലഭിച്ചത് എന്തുകൊണ്ടാണ്? അവ ഒളിമ്പിയ നഗരത്തിൽ വെച്ച് നടന്നതുകൊണ്ട്. ഒളിമ്പിക്സ് എന്ന പേര് മത്സരങ്ങൾ നടന്ന ഗ്രീസിലെ ഒളിമ്പിയ എന്ന പുരാതന നഗരത്തിൽ നിന്നാണ് വന്നത്. ഇത് ഗ്രീക്ക് സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതപരവും കായികപരവുമായ ഒരു കേന്ദ്രമായിരുന്നു. സ്യൂസ് ദേവന്റെ ക്ഷേത്രം ഇവിടെയായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. പുരാതന ഒളിമ്പിക്സ് ആരുടെ സ്മരണാർത്ഥമാണ് നടത്തിയത്? ഗ്രീക്ക് ദേവനായ സ്യൂസ്. പുരാതന ഒളിമ്പിക്സ് ഗ്രീക്ക് ദേവന്മാരുടെ രാജാവായ സ്യൂസ് ദേവന്റെ ബഹുമാനാർത്ഥം നടത്തിയ മതപരമായ ഒരു ഉത്സവമായിരുന്നു. കായിക മത്സരങ്ങൾ കൂടാതെ സ്യൂസ് ദേവന് ബലികളും പ്രാർത്ഥനകളും അർപ്പിക്കുകയും ചെയ്തിരുന്നു. ഒളിമ്പിയയിലെ സ്യൂസ് ക്ഷേത്രം ഇതിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു. പുരാതന ഒളിമ്പിക്സ് ഏത് തരത്തിലുള്ള ഉത്സവമായാണ് സംഘടിപ്പിച്ചത്? മതപരവും കായികപരവുമായ ഉത്സവം. പുരാതന ഒളിമ്പിക്സ് ഒരു മതപരവും കായികപരവുമായ ഉത്സവമായിട്ടാണ് സംഘടിപ്പിച്ചിരുന്നത്. ഗ്രീക്ക് ദേവനായ സ്യൂസിനെ ആരാധിക്കുന്നതിനൊപ്പം കായികശേഷി പ്രകടിപ്പിക്കാനും ഇത് വേദിയൊരുക്കി. ഗ്രീക്ക് നാഗരികതയിൽ മതം, സംസ്കാരം, കായികം എന്നിവയെ ഇത് ഒരുമിപ്പിച്ചു. പുരാതന ഒളിമ്പിക്സിലെ വിജയികൾക്ക് എന്താണ് സമ്മാനമായി നൽകിയിരുന്നത്? കാട്ടൊലിവ് കൊണ്ടുള്ള കിരീടങ്ങൾ. പുരാതന ഒളിമ്പിക്സിലെ വിജയികൾക്ക് ഭൗതികമായ സമ്മാനങ്ങളായിരുന്നില്ല ലഭിച്ചിരുന്നത്. പകരം കോട്ടിനോസ് എന്നറിയപ്പെടുന്ന കാട്ടൊലിവ് ഇലകൾ കൊണ്ടുള്ള ഒരു കിരീടമാണ് നൽകിയിരുന്നത്. ഇത് വിജയിയുടെ ബഹുമാനത്തിന്റെയും ദൈവാനുഗ്രഹത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെട്ടു. ഗ്രീസിൽ ഒലിവ് ശാഖകൾ എന്തിനെയാണ് പ്രതീകവൽക്കരിക്കുന്നത്? സമാധാനം. ഒലിവ് ശാഖകൾ ഗ്രീക്ക് സംസ്കാരത്തിലും പുരാതന ഒളിമ്പിക്സിലും സമാധാനത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. പുരാതന ഒളിമ്പിക് ഗെയിംസിൽ വിജയികൾക്ക് ഒലിവ് കിരീടം നൽകിയിരുന്നു. ഇത് അന്താരാഷ്ട്ര തലത്തിൽ സമാധാനത്തിന്റെ സാർവത്രിക ചിഹ്നം കൂടിയാണ്. ഏത് റോമൻ ചക്രവർത്തിയാണ് പുരാതന ഒളിമ്പിക് ഗെയിംസ് നിരോധിച്ചത്? ഏതു വർഷമാണ് അത് നടന്നത്?
തിയോഡോഷ്യസ് ആഡ് 394 റോമൻ ചക്രവർത്തിയായ തിയോഡോഷ്യസ് ഒന്നാമനാണ് ആഡ് 394 പുരാതന ഒളിമ്പിക് ഗെയിംസ് നിരോധിച്ചത്. ഇത് റോമൻ സാമ്രാജ്യത്തിന്റെ ക്രിസ്തീയവൽക്കരണത്തിന്റെ ഭാഗമായി വിജാതീയ ആചാരങ്ങൾ നിരോധിക്കുന്നതിന്റെ ഭാഗമായിരുന്നു. ഈ നിരോധനം പുരാതന ഒളിമ്പിക്സിന്റെ 12 നൂറ്റാണ്ടുകൾ നീണ്ട ചരിത്രത്തിന് അന്ത്യം കുറിച്ചു. 2022 ഡിസംബറിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? പി.ടി. ഉഷ. ഇന്ത്യൻ അത്ലറ്റിക് ഇതിഹാസം പി.ടി. ഉഷ 2022 ഡിസംബറിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ (IOA) ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യത്തെ കായികരംഗത്തെ ഏറ്റവും ഉയർന്ന ഭരണപരമായ സ്ഥാനങ്ങളിലൊന്നാണ് ഇത്. അവർ രാജ്യസഭാംഗം കൂടിയാണ്. ഒളിമ്പിക് ഗെയിംസിന്റെ പ്രധാനപ്പെട്ട 2 തരങ്ങൾ ഏവ? സമ്മർ ഗെയിംസും വിന്റർ ഗെയിംസും. ആധുനിക ഒളിമ്പിക് ഗെയിംസിനെ പ്രധാനമായും സമ്മർ ഗെയിംസ്, വേനൽക്കാല ഒളിമ്പിക്സ് എന്നും വിന്റർ ഗെയിംസ്, ശീതകാല ഒളിമ്പിക്സ് എന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. സമ്മർ ഗെയിംസിൽ വിവിധ തരത്തിലുള്ള ട്രാക്ക് ആൻഡ് ഫീൽഡ്, ജല കായിക വിനോദങ്ങൾ ഉൾപ്പെടുമ്പോൾ വിന്റർ ഗെയിംസിൽ ഐസിലും മഞ്ഞിലുമുള്ള കായിക വിനോദങ്ങളാണ് പ്രധാനമായും ഉൾപ്പെടുന്നത്. ഇവ രണ്ടും 4 വർഷത്തിലൊരിക്കലാണ് നടത്തപ്പെടുന്നത്, എന്നാൽ മാറി 2 വർഷത്തെ ഇടവേളകളിൽ ഇവ നടക്കുന്നു. ഒളിമ്പിക് ചാർട്ടർ അനുസരിച്ച് പുരുഷന്മാരുടെ പങ്കാളിത്തത്തിനായി ഒരു കായിക വിനോദം അംഗീകരിക്കപ്പെടുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ ആവശ്യകതകൾ എന്തൊക്കെയാണ്? കുറഞ്ഞത് 75 രാജ്യങ്ങളിലും 4 ഭൂഖണ്ഡങ്ങളിലും വ്യാപകമായി പരിശീലിക്കപ്പെടുന്നുണ്ടായിരിക്കണം. ഒളിമ്പിക് ചാർട്ടർ അനുസരിച്ച് ഒരു കായിക വിനോദം പുരുഷന്മാരുടെ ഒളിമ്പിക് പങ്കാളിത്തത്തിനായി അംഗീകരിക്കപ്പെടണമെങ്കിൽ അത് കുറഞ്ഞത് 75 രാജ്യങ്ങളിലും 4 ഭൂഖണ്ഡങ്ങളിലും വ്യാപകമായി പരിശീലിക്കപ്പെടുന്നുണ്ടായിരിക്കണം. വനിതകളുടെ പങ്കാളിത്തത്തിനായി ഇത് 40 രാജ്യങ്ങളിലും 3 ഭൂഖണ്ഡങ്ങളിലുമാണ്. ഇത് ഒളിമ്പിക്സിന്റെ സാർവത്രിക സ്വഭാവം ഉറപ്പാക്കുന്നതിനുള്ള ഒരു മാനദണ്ഡമാണ്. ആധുനിക ഒളിമ്പിക് ഗെയിംസിന് തുടക്കം കുറിച്ച വ്യക്തിയായി ആരെയാണ് കണക്കാക്കുന്നത്? ബാരൺ പിയറി ഡി കൂബർട്ടിൻ. ഫ്രഞ്ച് വിദ്യാഭ്യാസ പ്രവർത്തകനായ ബാരൺ പിയറി ഡി കൂബർട്ടിനാണ് ആധുനിക ഒളിമ്പിക് ഗെയിംസിന് പിന്നിലെ പ്രധാന ശക്തി. പുരാതന ഗ്രീക്ക് ഒളിമ്പിക്സിന്റെ പ്രചോദനത്തിൽ അന്താരാഷ്ട്ര സാഹോദര്യവും സമാധാനവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. അദ്ദേഹത്തിന്റെ ശ്രമഫലമായി 1896 ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് ഏതൻസിൽ നടന്നു. ആധുനിക ഒളിമ്പിക് ഗെയിംസ് എവിടെ, എപ്പോൾ ആരംഭിച്ചു? 1896 ഗ്രീസിലെ ഏതൻസിൽ. ആധുനിക ഒളിമ്പിക് ഗെയിംസ് 1896 ഗ്രീസിന്റെ തലസ്ഥാനമായ ഏതൻസിൽ വെച്ചാണ് ആരംഭിച്ചത്. പുരാതന ഒളിമ്പിക്സ് നടന്ന ഫെനലന്റെ സ്മരണാർത്ഥം ലോകമെമ്പാടുമുള്ള അത്ലറ്റുകളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് സംഘടിപ്പിച്ചത്. ഇത് കായിക ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായിരുന്നു. ആധുനിക ഒളിമ്പിക് ഗെയിംസ് എത്ര ഇടവേളകളിൽ നടത്തപ്പെടുന്നു? എല്ലാ 4 വർഷത്തിലും. പുരാതന ഒളിമ്പിക് ഗെയിംസിന്റെ പാരമ്പര്യം പിന്തുടർന്ന് ആധുനിക ഒളിമ്പിക് ഗെയിംസും എല്ലാ 4 വർഷത്തിലൊരിക്കലാണ് നടത്തപ്പെടുന്നത്. ഈ 4 വർഷത്തെ കാലയളവിനെ ഒളിമ്പ്യാഡ് എന്ന് വിളിക്കുന്നു. വേനൽക്കാല, ശീതകാല ഒളിമ്പിക്സ് എന്നിവ 2 വർഷത്തെ ഇടവേളകളിൽ മാറി നടത്തപ്പെടുന്നു. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി (IOC) എപ്പോൾ, എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? 1894 ജൂൺ 23 പാരീസിൽ. ആധുനിക ഒളിമ്പിക് ഗെയിംസിന്റെ നടത്തിപ്പിനായി 1894 ജൂൺ 23 ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ വെച്ചാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി (IOC) സ്ഥാപിക്കപ്പെട്ടത്. ബാരൺ പിയറി ഡി കൂബർട്ടിന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ ഈ സംഘടനയാണ് ഒളിമ്പിക് പ്രസ്ഥാനത്തിന്റെ പരമോന്നത ഭരണസമിതി. ഇതിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ലൊസാനയിലാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി (IOC)യുടെ പ്രാഥമിക ഉത്തരവാദിത്തം എന്താണ്? ഒളിമ്പിക് ഗെയിംസിന്റെ വികസനവും ഭരണവും. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി (IOC)യുടെ പ്രാഥമിക ഉത്തരവാദിത്തം ഒളിമ്പിക് ഗെയിംസിന്റെ വികസനവും ഭരണവുമാണ്. ഒളിമ്പിക് പ്രസ്ഥാനത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കുകയും ഗെയിംസ് സംഘടിപ്പിക്കുകയും ആഗോളതലത്തിൽ കായിക വികസനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ. ഒളിമ്പിക് ചാർട്ടർ അനുസരിച്ചാണ് IOC പ്രവർത്തിക്കുന്നത്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ (IOC) ആസ്ഥാനം എവിടെയാണ്? ലൊസാൻ, സ്വിറ്റ്സർലൻഡ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ലൊസാനിലാണ്.
ഒളിമ്പിക് പ്രസ്ഥാനത്തെ ഏകോപിപ്പിക്കുകയും ഒളിമ്പിക് ഗെയിംസ് സംഘടിപ്പിക്കുകയും ചെയ്യുന്ന പരമോന്നത സമിതിയാണിത്. 1894-ൽ പാരീസിൽ വെച്ചാണ് IOC സ്ഥാപിക്കപ്പെട്ടത്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ IOC ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഡെമെട്രിയസ് വിക്കേലാസ്. ഗ്രീക്ക് വംശജനായ ഡെമെട്രിയസ് വിക്കേലാസ് ആയിരുന്നു അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ്. 1894 മുതൽ 1896 വരെ അദ്ദേഹം ഈ സ്ഥാനം വഹിച്ചു. ആധുനിക ഒളിമ്പിക്സിന്റെ പുനരുജ്ജീവനത്തിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. 2013 സെപ്റ്റംബർ 10 അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ IOC 9ാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ജർമ്മനിയിൽ നിന്നുള്ള തോമസ് ബാക്ക്. ജർമ്മനിയിൽ നിന്നുള്ള തോമസ് ബാക്ക് 2013 സെപ്റ്റംബർ 10 അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ 9ാമത്തെ പ്രസിഡന്റായി ചുമതലയേറ്റു. 1976-ലെ മോൺട്രിയൽ ഒളിമ്പിക്സിൽ ഫെൻസിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയ ഒളിമ്പ്യൻ കൂടിയാണ് അദ്ദേഹം. തോമസ് ബാക്ക് IOC പ്രസിഡന്റായി രണ്ടാം തവണ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് എപ്പോഴാണ്? 2021 മാർച്ച് 10. 2021 മാർച്ച് 10-നാണ് തോമസ് ബാക്ക് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി രണ്ടാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത്. 2025 വരെ അദ്ദേഹത്തിന് കാലാവധിയുണ്ട്. കോവിഡ്-19 മഹാമാരി കാരണം ടോക്കിയോ ഒളിമ്പിക്സ് മാറ്റിവെച്ച സമയത്ത് അദ്ദേഹം കാര്യങ്ങൾ നയിച്ചു. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയിലെ IOC ആദ്യ ഇന്ത്യൻ വനിതാ അംഗം ആരാണ്? നിത അംബാനി. നിത അംബാനിയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയിലെ ആദ്യ ഇന്ത്യൻ വനിതാ അംഗം. 2016-ൽ അവർക്ക് ഈ പദവി ലഭിച്ചു. കായികം, വിദ്യാഭ്യാസം, ഫിലാന്ത്രോപ്പി എന്നീ മേഖലകളിലെ അവരുടെ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ അംഗീകാരം ലഭിച്ചത്. നിത അംബാനിയെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയിലെ ഇന്ത്യൻ വനിതാ അംഗമായി തിരഞ്ഞെടുത്തത് എപ്പോഴാണ്? 2016 ഓഗസ്റ്റ് 4. 2016 ഓഗസ്റ്റ് 4-നാണ് നിത അംബാനി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയിലെ ഇന്ത്യൻ വനിതാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് ഇന്ത്യൻ കായികരംഗത്തിനും രാജ്യത്തിനു വലിയൊരു അംഗീകാരമായിരുന്നു. അവർക്ക് IOC-യിൽ വ്യക്തിഗത അംഗത്വമാണ് ലഭിച്ചത്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയിലെ IOC അംഗമായി നിയമിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരായിരുന്നു? സർ ദൊറാബ്ജി ടാറ്റ. സർ ദൊറാബ്ജി ടാറ്റയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയിലെ അംഗമായി നിയമിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ. 1920-ൽ അദ്ദേഹത്തെ IOC-യിലേക്ക് തിരഞ്ഞെടുത്തു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സ്ഥാപിക്കുന്നതിലും ഇന്ത്യൻ കായികരംഗം പ്രോത്സാഹിപ്പിക്കുന്നതിലും അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഏതു വർഷമാണ് സർ ദൊറാബ്ജി ടാറ്റ IOC അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? 1920. 1920-ലാണ് സർ ദൊറാബ്ജി ടാറ്റ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ സംഭവം ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. ഇന്ത്യയെ ഒളിമ്പിക് ഭൂപടത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ സഹായിച്ചു. ആദ്യത്തെ അഖിലേന്ത്യാ ഒളിമ്പിക്സ് പിന്നീട് ഇന്ത്യൻ ദേശീയ ഗെയിംസ് സംഘടിപ്പിച്ചത് എപ്പോഴാണ്? 1924 ഫെബ്രുവരി. 1924 ഫെബ്രുവരിയിലാണ് ആദ്യത്തെ അഖിലേന്ത്യാ ഒളിമ്പിക്സ് സംഘടിപ്പിച്ചത്. ഇത് പിന്നീട് ഇന്ത്യൻ ദേശീയ ഗെയിംസ് എന്നറിയപ്പെട്ടു. ഇന്ത്യൻ കായിക താരങ്ങൾക്ക് ഒരു ദേശീയ വേദി നൽകാനും അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് അവരെ സജ്ജരാക്കാനും ഈ ഗെയിംസ് സഹായിച്ചു. 1924-ലെ അഖിലേന്ത്യാ ഒളിമ്പിക്സിൽ നിന്ന് എത്ര കായിക താരങ്ങളെയാണ് 1924-ലെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ തിരഞ്ഞെടുത്തത്? 8 കായിക താരങ്ങൾ. 1924-ലെ അഖിലേന്ത്യാ ഒളിമ്പിക്സിൽ നിന്ന് 8 കായിക താരങ്ങളെയാണ് 1924-ലെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ തിരഞ്ഞെടുത്തത്. ഇത് അന്താരാഷ്ട്ര ഒളിമ്പിക് രംഗത്തേക്കുള്ള ഇന്ത്യയുടെ ആദ്യകാല ചുവടുകളിലൊന്നായിരുന്നു. ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണിത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ IOA എപ്പോൾ ആരുടെ മുൻകൈയിൽ രൂപീകൃതമായി? 1927-ൽ ഹാരി ക്രൗ ബക്കിന്റെയും ഡോക്ടർ AG നോഹ്റന്റെയും മുൻകൈയിൽ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ IOA 1927-ൽ രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യയിൽ ഒളിമ്പിക് തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ദേശീയ കായിക ഫെഡറേഷനുകൾക്ക് കീഴിൽ കായികരംഗം സംഘടിപ്പിക്കുന്നതിനും ഒളിമ്പിക് ഗെയിംസുകളിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ഇത് സഹായിച്ചു. ഹാരി ക്രൗ ബക്കിന്റെയും ഡോക്ടർ AG നോഹ്റന്റെയും ദീർഘവീക്ഷണമാണ് ഇതിനു പിന്നിൽ.
ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ IOA സ്ഥാപക പ്രസിഡന്റും സെക്രട്ടറി ജനറലുമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെല്ലാം? സർ ദോറാബ്ജി ടാറ്റ, പ്രസിഡന്റ് ഡോക്ടർ AG നോഹ്റൻ, സെക്രട്ടറി ജനറൽ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രഥമ പ്രസിഡന്റായി സർ ദോറാബ്ജി ടാറ്റയും സെക്രട്ടറി ജനറലായി ഡോക്ടർ AG നോഹ്റനും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ കായിക ചരിത്രത്തിൽ ഒരു നിർണായക ചുവടുവെപ്പായിരുന്നു ഇത്. ഇന്ത്യയെ ഒളിമ്പിക് ഭൂപടത്തിൽ സജീവമാക്കാൻ ഇവരുടെ നേതൃത്വം വളരെയധികം സഹായിച്ചു. ഇന്ത്യൻ ഒളിമ്പിക് പ്രസ്ഥാനത്തിന് ആദ്യഘട്ടങ്ങളിൽ സാമ്പത്തിക പിന്തുണ നൽകിയത് ആര്? സർ ദോറാബ്ജി ടാറ്റ. ഇന്ത്യൻ ഒളിമ്പിക് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല വളർച്ചയ്ക്ക് സർ ദോറാബ്ജി ടാറ്റയുടെ സാമ്പത്തിക പിന്തുണ നിർണായകമായിരുന്നു. അദ്ദേഹത്തിന്റെ താൽപര്യവും നിക്ഷേപവും ഇന്ത്യയിൽ കായിക സംസ്കാരം വികസിപ്പിക്കുന്നതിനും ഒളിമ്പിക് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും വലിയ സംഭാവന നൽകി. ടാറ്റ കുടുംബത്തിന്റെ ദീർഘകാല ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു ഈ പിന്തുണ. ഒളിമ്പിക് പതാകയുടെ രൂപകൽപ്പന നിർദ്ദേശിച്ചത് ആര്? വാരൻ പിയറി ഡി കൂബർട്ടിൻ. ആധുനിക ഒളിമ്പിക് ഗെയിംസിന്റെ സ്ഥാപകനായ വാരൻ പിയറി ഡി കൂബർട്ടിനാണ് ഒളിമ്പിക് പതാകയുടെ രൂപകൽപ്പന നിർദ്ദേശിച്ചത്. വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു ആഗോള ചിഹ്നമായി അദ്ദേഹം ഇതിനെ കണ്ടു. ഈ പതാക ഒളിമ്പിക് പ്രസ്ഥാനത്തിന്റെ സമാധാനപരമായ ലക്ഷ്യങ്ങളെ പ്രതീകപ്പെടുത്തുന്നു. ഒളിമ്പിക് പതാക ആദ്യമായി പ്രദർശിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്തത് എപ്പോൾ, എവിടെ വെച്ച്? 1914 പാരീസിൽ നടന്ന IOCയുടെ 20 സ്വരചിഹ്നം ആമത് വാർഷിക സമ്മേളനത്തിൽ. ഒളിമ്പിക് പതാക 1914 പാരീസിൽ വെച്ച് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ IOC 20 സ്വരചിഹ്നം ആമത് വാർഷിക സമ്മേളനത്തിൽ ആദ്യമായി പ്രദർശിപ്പിക്കുകയും ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തു. ലോകമെമ്പാടുമുള്ള കായികതാരങ്ങളെ ഒരുമിപ്പിക്കുക എന്ന ഒളിമ്പിക് പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാടിനെ ഇത് പ്രതിനിധീകരിക്കുന്നു. ഒന്നാം ലോകമഹായുദ്ധം കാരണം ആദ്യ ഗെയിംസിൽ ഇത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ഒളിമ്പിക് ഗെയിംസിൽ ഒളിമ്പിക് പതാക ആദ്യമായി ഉയർത്തിയത് എവിടെ വെച്ച്, എപ്പോൾ? ആന്റ്വെർപ്പ് ഒളിമ്പിക്സിൽ 1920. 1920 ആന്റ്വെർപ്പ് ഒളിമ്പിക്സിലാണ് ഒളിമ്പിക് പതാക ആദ്യമായി ഒളിമ്പിക് ഗെയിംസിൽ ഉയർത്തിയത്. ഒന്നാം ലോകമഹായുദ്ധത്തിനുശേഷം സമാധാനത്തിന്റെയും സഹകരണത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കാനാണ് ഈ ഗെയിംസ് ഉപയോഗിച്ചത്. ഒളിമ്പിക് ചിഹ്നത്തിന്റെ ആഗോള പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്ന ഒരു ചരിത്രപരമായ നിമിഷമായിരുന്നു അത്. മൗലാന അബുൽ കലാം ആസാദ് മക്കാത്ത് ട്രോഫി ഏതു വർഷമാണ് സ്ഥാപിച്ചത്? 1956 മുതൽ 57 വരെ. മൗലാന അബുൽ കലാം ആസാദ് ട്രോഫി ഇന്ത്യയിലെ സർവകലാശാലകൾക്ക് കായികരംഗത്തെ മികച്ച പ്രകടനത്തിന് നൽകുന്ന പുരസ്കാരമാണ്. 1956 മുതൽ 57 വരെ വർഷത്തിൽ ഇത് സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദിന്റെ സ്മരണാർത്ഥമാണ് ഈ ട്രോഫി. 2023 മൗലാന അബുൽ കലാം ആസാദ് മക്കാത്ത് ട്രോഫിയുടെ ഓവറോൾ വിജയിയായി പ്രഖ്യാപിക്കപ്പെട്ട സർവകലാശാല ഏതാണ്? ഗുരു നാനാക്ക് ദേവ് യൂണിവേഴ്സിറ്റി, അമൃത്സർ. കായികരംഗത്തെ മികച്ച പ്രകടനത്തിന് എല്ലാ വർഷവും നൽകുന്ന മൗലാന അബുൽ കലാം ആസാദ് ട്രോഫി 2023 ഗുരു നാനാക്ക് ദേവ് യൂണിവേഴ്സിറ്റി, അമൃത്സർ കരസ്ഥമാക്കി. ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾക്കിടയിൽ കായികപരമായ മികവ് പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഈ യൂണിവേഴ്സിറ്റിക്ക് ഇത് പലതവണ ലഭിച്ചിട്ടുണ്ട്. മൗലാന അബുൽ കലാം ആസാദ് ട്രോഫിയിൽ ഒന്നാം സ്ഥാനം നേടുന്ന സർവകലാശാലയ്ക്ക് ലഭിക്കുന്ന സമ്മാനത്തുക എത്രയാണ്? 10 ലക്ഷം രൂപ. മൗലാന അബുൽ കലാം ആസാദ് ട്രോഫിയിൽ ഒന്നാം സ്ഥാനം നേടുന്ന സർവകലാശാലയ്ക്ക് 10 ലക്ഷം രൂപ സമ്മാനത്തുകയായി ലഭിക്കുന്നു. സർവകലാശാലകൾക്കിടയിൽ കായികപരമായ മികവ് പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ട്രോഫി നൽകുന്നത്. 1956 മുതൽ 57 വരെ ഈ പുരസ്കാരം സ്ഥാപിക്കപ്പെട്ടത്. കളിക്കാർക്കുള്ള പെൻഷൻ പദ്ധതിയായ സ്പോർട്സ് ഫണ്ട് പ്രോഗ്രാം എന്ന് നിലവിൽ വന്നു. 1994. ഇന്ത്യൻ കായിക താരങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്പോർട്സ് ഫണ്ട് പ്രോഗ്രാം 1994 ആരംഭിച്ചത്. ഇത് അർഹരായ കായിക താരങ്ങൾക്ക് പെൻഷൻ നൽകുന്നു. ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച കളിക്കാർക്ക് ഈ പദ്ധതി പ്രയോജനകരമാണ്. സ്പോർട്സ് ഫണ്ട് പദ്ധതി പ്രകാരം ഒളിമ്പിക്സ് ഗെയിംസ് മെഡൽ ജേതാക്കൾക്ക് ലഭിക്കുന്ന പ്രതിമാസ പെൻഷൻ തുക എത്രയാണ്? 10,000 രൂപ.
ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ് ഗെയിംസുകളിൽ മെഡൽ നേടുന്ന കായികതാരങ്ങളെ ആദരിക്കുന്നതിനും അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് സർക്കാർ ഈ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് രാജ്യത്തെ കായികരംഗത്തെ പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുന്നു. ഇന്ത്യയിൽ ഒളിമ്പിക്സ് ഗെയിംസിലെ വേനൽക്കാല, ശീതകാല, സ്വർണ്ണ മെഡൽ ജേതാവിന് ലഭിക്കുന്ന സമ്മാനത്തുക എത്രയാണ്? 75 ലക്ഷം രൂപ. ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടുന്നവർക്ക് കേന്ദ്ര സർക്കാർ 75 ലക്ഷം രൂപ പാരിതോഷികം നൽകുന്നു. വെള്ളി മെഡൽ ജേതാക്കൾക്ക് 50 ലക്ഷം രൂപയും വെങ്കല മെഡൽ ജേതാക്കൾക്ക് 30 ലക്ഷം രൂപയും ലഭിക്കും. ഈ പ്രോത്സാഹനം കായികതാരങ്ങളെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പ്രചോദിപ്പിക്കുന്നു. 2026-ൽ നടക്കുന്ന 9ാമത് ICC പുരുഷന്മാരുടെ T20 ലോകകപ്പിന് ഏതൊക്കെ രാജ്യങ്ങളാണ് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്നത്? ഇന്ത്യയും ശ്രീലങ്കയും. ICC പുരുഷന്മാരുടെ T20 ലോകകപ്പിന്റെ 2026 എഡിഷന് ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കും. ഈ ടൂർണമെന്റ് ക്രിക്കറ്റ് ലോകത്തെ ഒരു പ്രധാന ഇവന്റാണ്. ആതിഥേയ രാജ്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. 2026-ൽ നടക്കുന്ന 23 സ്വരചിഹ്നം ആമത് ഫിബ ഫുട്ബോൾ ലോകകപ്പിന് എവിടെ വെച്ചാണ് ആതിഥേയത്വം വഹിക്കുന്നത്? കാനഡ, മെക്സിക്കോ, അമേരിക്ക, USA. 2026-ലെ ഫിബ ഫുട്ബോൾ ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി 3 രാജ്യങ്ങളിലായിട്ടാണ് നടക്കുന്നത്: കാനഡ, മെക്സിക്കോ, USA. വടക്കേ അമേരിക്കൻ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ഈ ലോകകപ്പ് ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. 2024-ൽ നടക്കുന്ന 33 സ്വരചിഹ്നം ആമത് വേനൽക്കാല ഒളിമ്പിക്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? പാരീസ്, ഫ്രാൻസ്. 2024-ലെ വേനൽക്കാല ഒളിമ്പിക്സ് ഫ്രാൻസിലെ പാരീസിൽ വെച്ച് നടക്കുന്നു. 1924 വർഷങ്ങൾക്ക് ശേഷം ഇത് 3ാം തവണയാണ് പാരീസ് ഒളിമ്പിക്സിന് വേദിയാകുന്നത്. ഇത് നഗരത്തിന്റെ കായിക പാരമ്പര്യം എടുത്തു കാണിക്കുന്നു. 2028-ൽ നടക്കുന്ന 34 സ്വരചിഹ്നം ആമത് വേനൽക്കാല ഒളിമ്പിക്സ് ഗെയിംസ് എവിടെ വെച്ചാണ് നടക്കുന്നത്? ലോസ് ഏഞ്ചൽസ്, USA. 2028-ലെ വേനൽക്കാല ഒളിമ്പിക്സിന് യുഎസിലെ ലോസ് ഏഞ്ചൽസ് നഗരം ആതിഥേയത്വം വഹിക്കും. ഇത് 3ാം തവണയാണ് ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് ഗെയിംസിന് വേദിയാകുന്നത്. അമേരിക്കൻ കായിക ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായമാണിത്. 2026-ൽ നടക്കുന്ന 20 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഏത് നഗരമാണ് ആതിഥേയത്വം വഹിക്കുന്നത്? നഗോയ, ജപ്പാൻ. ഐച്ചി നഗോയ. 2026-ലെ 20 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐച്ചി നഗോയ ആതിഥേയത്വം വഹിക്കും. ഏഷ്യയിലെ ഏറ്റവും വലിയ കായിക മേളകളിലൊന്നാണ് ഏഷ്യൻ ഗെയിംസ്. ഇത് വിവിധ രാജ്യങ്ങളിലെ കായികതാരങ്ങൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഒരു പ്രധാന വേദിയൊരുക്കുന്നു. 2026-ൽ നടക്കുന്ന പുരുഷന്മാരുടെ FIH ഹോക്കി ലോകകപ്പിന് ഏതൊക്കെ രാജ്യങ്ങളാണ് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്നത്? ബെൽജിയവും നെതർലൻഡ്സും. 2026-ലെ പുരുഷന്മാരുടെ FIH ഹോക്കി ലോകകപ്പിന് ബെൽജിയവും നെതർലൻഡ്സും സംയുക്തമായി ആതിഥേയത്വം വഹിക്കും. ഹോക്കി ലോകത്തിലെ പ്രധാന ടൂർണമെന്റുകളിലൊന്നാണ് ഇത്. ഈ രാജ്യങ്ങൾ മുൻപും വിജയകരമായി ലോകകപ്പുകൾക്ക് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. പ്രവാസി ഭാരതീയ ദിവസ് എപ്പോഴാണ് ആചരിക്കുന്നത്? ജനുവരി 9. ഓരോ വർഷവും ജനുവരി 9-ന് പ്രവാസി ഭാരതീയ ദിവസ് ആചരിക്കുന്നു. 1915 ജനുവരി 9-ന് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയതിന്റെ സ്മരണാർത്ഥമാണിത്. ഇന്ത്യയുടെ വികസനത്തിൽ പ്രവാസി ഇന്ത്യക്കാരുടെ സംഭാവനകളെ ഇത് അടയാളപ്പെടുത്തുന്നു. ഇന്ത്യയിൽ ദേശീയ യുവജന ദിനം എന്ന് ആഘോഷിക്കുന്നു. ജനുവരി 12. ഇന്ത്യയിൽ ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നു. സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണിത്. രാജ്യത്തിന്റെ വികസനത്തിൽ യുവജനങ്ങളുടെ പ്രാധാന്യം ഊന്നിപ്പറയാനാണ് ഈ ദിനം ആചരിക്കുന്നത്. ഇന്ത്യയിൽ ദേശീയ സമ്മതിദായക ദിനം എന്നാണ് ആഘോഷിക്കുന്നത്. ജനുവരി 25. ജനുവരി 25-ന് ദേശീയ സമ്മതിദായക ദിനം ആചരിക്കുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിച്ചതിന്റെ ഓർമ്മ പുതുക്കാനാണ്. 1950-ൽ ഈ ദിവസമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചത്. ജനാധിപത്യത്തിൽ വോട്ടിന്റെ പ്രാധാന്യം ജനങ്ങളെ ഓർമ്മിപ്പിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം.
ലോക തണ്ണീർത്തട ദിനം എന്നാണ് ആചരിക്കുന്നത്? ഫെബ്രുവരി 2. തണ്ണീർത്തടങ്ങളുടെ പ്രാധാന്യം ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം ആചരിക്കുന്നു. 1971 ഇതേ ദിവസമാണ് റാംസർ കൺവെൻഷൻ ഒപ്പുവെച്ചത്. ആഗോളതലത്തിൽ തണ്ണീർത്തട സംരക്ഷണം ഉറപ്പാക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയിൽ ദേശീയ ശാസ്ത്രദിനം എന്നാണ് ആഘോഷിക്കുന്നത്? ഫെബ്രുവരി 28. ഇന്ത്യൻ ഭൗതികശാസ്ത്രജ്ഞനായ CV രാമൻ പ്രഭാവം റമൻ എഫക്ട് കണ്ടെത്തിയതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനം ആഘോഷിക്കുന്നു. ഈ കണ്ടെത്തലിന് അദ്ദേഹത്തിന് 1930 നോബൽ സമ്മാനം ലഭിച്ചു. രാജ്യത്ത് ശാസ്ത്രീയ അവബോധം വളർത്തുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ് ആഘോഷിക്കുന്നത്? മാർച്ച് 8. സ്ത്രീകളുടെ അവകാശങ്ങളെയും ലിംഗസമത്വത്തെയും കുറിച്ച് അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കുന്നു. സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ നേട്ടങ്ങളെ ഇത് അടയാളപ്പെടുത്തുന്നു. 1975 ഐക്യരാഷ്ട്രസഭ ഈ ദിനം അംഗീകരിച്ചു. ലോക ജലദിനം എന്നാണ് ആചരിക്കുന്നത്? മാർച്ച് 22. ശുദ്ധജലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും മാർച്ച് 22 ലോക ജലദിനം ആചരിക്കുന്നു. 1992 ഐക്യരാഷ്ട്രസഭ ശുപാർശ ചെയ്ത ഈ ദിനം 1993 മുതൽ ആചരിച്ചുവരുന്നു. സുസ്ഥിരമായ ജലവിനിയോഗം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ലോകാരോഗ്യ ദിനം എന്നാണ് ആഘോഷിക്കുന്നത്? ഏപ്രിൽ 7. ലോകാരോഗ്യ സംഘടന WHO സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം ആഘോഷിക്കുന്നു. 1948 ഈ ദിവസമാണ് ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത്. ആഗോള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുകയും പൊതുജനാരോഗ്യ പരിപാടികൾക്ക് പിന്തുണ നൽകുകയും ചെയ്യുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ലോക ഭൗമദിനം എന്നാണ് ആഗോളതലത്തിൽ ആചരിക്കുന്നത്? ഏപ്രിൽ 22. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ഏപ്രിൽ 22 ലോക ഭൗമദിനം ആചരിക്കുന്നു. 1970 ആരംഭിച്ച ഈ ദിനാചരണം പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സഹായിച്ചു. ഭൂമിയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയിൽ ദേശീയ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ് ആഘോഷിക്കുന്നത്? ഏപ്രിൽ 24. 1992 73 ഭരണഘടനാ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്ത് രാജ് ദിനം ആഘോഷിക്കുന്നു. ഈ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ പദവി ലഭിച്ചു. ഗ്രാമതലത്തിൽ അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അന്താരാഷ്ട്ര തൊഴിലാളി ദിനം അഥവാ മെയ് ദിനം എന്നാണ് ആഘോഷിക്കുന്നത്? മെയ് 1. തൊഴിലാളികളുടെ അവകാശങ്ങളെയും ത്യാഗങ്ങളെയും അംഗീകരിക്കുന്നതിനായി എല്ലാ വർഷവും മെയ് 1 അന്താരാഷ്ട്ര തൊഴിലാളി ദിനം അഥവാ മെയ് ദിനം ആഘോഷിക്കുന്നു. 1886 ചിക്കാഗോയിലെ ഹേമാർക്കറ്റ് കൂട്ടക്കൊലയുടെ സ്മരണാർത്ഥമാണ് ഇത് ആചരിക്കുന്നത്. തൊഴിലാളികളുടെ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾക്കും ന്യായമായ വേതനത്തിനും വേണ്ടി പോരാടുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയിൽ ദേശീയ സാങ്കേതിക വിദ്യാ ദിനം എന്നാണ് ആഘോഷിക്കുന്നത്? മെയ് 11. 1998 ഇന്ത്യ പൊക്രാനിൽ വിജയകരമായി നടത്തിയ ആണവ പരീക്ഷണങ്ങളുടെയും ആദ്യത്തെ തദ്ദേശീയ വിമാനം ഹൻസ 3 പറന്നതിന്റെയും ഓർമ്മയ്ക്കായി എല്ലാ വർഷവും മെയ് 11 ദേശീയ സാങ്കേതിക വിദ്യാ ദിനം ആഘോഷിക്കുന്നു. ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും നേട്ടങ്ങളെ അംഗീകരിക്കുകയും സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ജൈവവൈവിധ്യത്തിനായുള്ള അന്താരാഷ്ട്ര ദിനം എന്നാണ് ആചരിക്കുന്നത്? മെയ് 22. ജൈവവൈവിധ്യത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനും അതിന്റെ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഐക്യരാഷ്ട്രസഭ മെയ് 22 അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ആവാസവ്യവസ്ഥകളുടെയും ജീവജാലങ്ങളുടെയും പ്രാധാന്യം ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ് ആചരിക്കുന്നത്? മെയ് 31.
പുകയില ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും പുകയില ഉപയോഗം കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് ലോകാരോഗ്യ സംഘടന മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. പുകയിലയുടെ ഉപഭോഗം ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഗുരുതരമായ ഭീഷണിയാണ്. ലോക പരിസ്ഥിതി ദിനം എന്നാണ് ആഘോഷിക്കുന്നത്? ജൂൺ 5. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ആഗോളതലത്തിൽ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. 1972 ഐക്യരാഷ്ട്രസഭയുടെ സ്റ്റോക്ക്ഹോം കോൺഫറൻസിന്റെ സ്ഥാപക ദിനമാണിത്. ലോക സമുദ്ര ദിനം എന്നാണ് ആചരിക്കുന്നത്? ജൂൺ 8. സമുദ്രങ്ങളുടെ പ്രാധാന്യത്തെയും അവയുടെ സംരക്ഷണത്തിന്റെ ആവശ്യകതയെയും കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ജൂൺ 8 ലോക സമുദ്ര ദിനമായി ആചരിക്കുന്നത്. സമുദ്ര പരിസ്ഥിതി വ്യവസ്ഥകളെക്കുറിച്ചുള്ള അവബോധം വളർത്തുകയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ജൂൺ 12 ആഗോളതലത്തിൽ എന്താണ് അനുസ്മരിക്കുന്നത്? ബാലവേല വിരുദ്ധ ലോക ദിനം. ബാലവേലയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും അത് നിർത്തലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ILO ജൂൺ 12 ബാലവേല വിരുദ്ധ ലോക ദിനമായി ആചരിക്കുന്നത്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം, സുരക്ഷിതമായ അന്തരീക്ഷം എന്നിവ ഉറപ്പാക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. ലോക രക്തദാന ദിനം എന്നാണ് ആഘോഷിക്കുന്നത്? ജൂൺ 14. സുരക്ഷിതമായ രക്തത്തിന്റെയും രക്ത ഉൽപ്പന്നങ്ങളുടെയും ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും രക്തദാതാക്കൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ലോകാരോഗ്യ സംഘടന ജൂൺ 14 ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത്. ആരോഗ്യകരമായ ജീവിതത്തിന് രക്തദാനം എത്ര പ്രധാനമാണെന്ന് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. ജൂൺ 20 അന്താരാഷ്ട്ര തലത്തിൽ ആചരിക്കുന്ന പ്രധാന ദിനം ഏതാണ്? ലോക അഭയാർത്ഥി ദിനം. യുദ്ധങ്ങൾ, സംഘർഷങ്ങൾ, പീഡനങ്ങൾ എന്നിവ കാരണം പലായനം ചെയ്യേണ്ടിവന്ന ലോകമെമ്പാടുമുള്ള അഭയാർത്ഥികളുടെ ശക്തിയും ധൈര്യവും ആദരിക്കുന്നതിനും അവരുടെ അവസ്ഥയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും വേണ്ടിയാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 20 ലോക അഭയാർത്ഥി ദിനമായി ആചരിക്കുന്നത്. അഭയാർത്ഥികൾക്ക് പിന്തുണ നൽകേണ്ടതിന്റെ ആവശ്യകത ഈ ദിനം ഊന്നിപ്പറയുന്നു. അന്താരാഷ്ട്ര യോഗ ദിനം ലോകമെമ്പാടും എന്നാണ് ആഘോഷിക്കുന്നത്? ജൂൺ 21. യോഗയുടെ ശാരീരികവും മാനസികവുമായ ഗുണങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്നത്. 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ദിനം പ്രഖ്യാപിക്കപ്പെട്ടത്. ജൂൺ 23 അന്താരാഷ്ട്ര തലത്തിൽ ആഘോഷിക്കുന്ന ദിനം ഏതാണ്? ഐക്യരാഷ്ട്രസഭയുടെ പൊതുസേവന ദിനം. പൊതുസേവനത്തിന്റെ പ്രാധാന്യം, പൊതുപ്രവർത്തകരുടെ സംഭാവനകൾ, പൊതുഭരണത്തിലെ മികവ് എന്നിവയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 23 പൊതുസേവന ദിനമായി ആചരിക്കുന്നത്. സമൂഹത്തിൽ സുതാര്യവും കാര്യക്ഷമവുമായ പൊതുസേവനങ്ങൾ ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഈ ദിനം ഊന്നിപ്പറയുന്നു. ജൂൺ 25 സമുദ്ര പ്രൊഫഷണലുകൾക്കായി സമർപ്പിച്ചിട്ടുള്ള അന്താരാഷ്ട്ര ദിനം ഏതാണ്? അന്താരാഷ്ട്ര നാവിക ദിനം. ആഗോള വ്യാപാരത്തിനും സമ്പദ്വ്യവസ്ഥയ്ക്കും നാവികർ നൽകുന്ന സംഭാവനകളെ അംഗീകരിക്കുന്നതിനും അവരുടെ ജോലി സാഹചര്യങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും വേണ്ടിയാണ് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ IMO ജൂൺ 25 അന്താരാഷ്ട്ര നാവിക ദിനമായി ആചരിക്കുന്നത്. കടലിൽ ജോലി ചെയ്യുന്നവരുടെ ത്യാഗങ്ങളെയും കഠിനാധ്വാനത്തെയും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. ലഹരിവസ്തുക്കളുടെ ദുരുപയോഗത്തിനും അനധികൃത കടത്തിനും എതിരായ അന്താരാഷ്ട്ര ദിനം എന്ന് ആചരിക്കുന്നു. ജൂൺ 26. ലഹരിവസ്തുക്കളുടെ ദുരുപയോഗം തടയുന്നതിനും നിയമവിരുദ്ധമായ കടത്തിനെതിരെ ബോധവൽക്കരണം നൽകുന്നതിനും വേണ്ടി ഐക്യരാഷ്ട്രസഭ ജൂൺ 26 അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുന്നു. 1987 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയാണ് ഈ ദിനം സ്ഥാപിച്ചത്. ജൂൺ 29 ഇന്ത്യയിൽ ഏത് ദേശീയ ദിനമാണ് ആഘോഷിക്കുന്നത്? ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം. ഇന്ത്യയിൽ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം പ്രശാന്ത ചന്ദ്ര മഹലനോബിസിന്റെ ജന്മദിനമായ ജൂൺ 29 ആഘോഷിക്കുന്നത്. സാമൂഹിക സാമ്പത്തിക ആസൂത്രണത്തിലും നയരൂപീകരണത്തിലും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രാധാന്യം ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയിയുടെ ജന്മദിനം അനുസ്മരിച്ച് ഇന്ത്യയിൽ ദേശീയ ഡോക്ടർമാരുടെ ദിനം എന്ന് ആഘോഷിക്കുന്നു.
ജൂലൈ 1. ജൂലൈ 1-ന് ഇന്ത്യയിൽ ദേശീയ ഡോക്ടർമാരുടെ ദിനം ആഘോഷിക്കുന്നത് പ്രശസ്ത ഭിഷഗ്വരനും പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയിയുടെ ജന്മദിനവും ചരമദിനവും അനുസ്മരിച്ചാണ്. സമൂഹത്തിന് ഡോക്ടർമാർ നൽകുന്ന വിലപ്പെട്ട സംഭാവനകളെ അംഗീകരിക്കുന്നതിനായാണ് ഈ ദിനം ആചരിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം എന്ന് ആചരിക്കുന്നു. ജൂലൈ 1. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം എല്ലാ വർഷവും ജൂലൈ 1-ന് ആചരിക്കുന്നു. 1955 ജൂലൈ 1-ന് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായി പുനർനാമകരണം ചെയ്തതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ്. അന്താരാഷ്ട്ര സഹകരണ ദിനം എന്ന് ആചരിക്കുന്നു. ജൂലൈ മാസത്തിലെ ആദ്യ ശനിയാഴ്ച. 2024 ജൂലൈ 6. എല്ലാ വർഷവും ജൂലൈ മാസത്തിലെ ആദ്യ ശനിയാഴ്ചയാണ് അന്താരാഷ്ട്ര സഹകരണ ദിനം ആചരിക്കുന്നത്. സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതിനും ലോകമെമ്പാടുമുള്ള സഹകരണ സ്ഥാപനങ്ങളെക്കുറിച്ചും അവയുടെ സംഭാവനകളെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനും വേണ്ടിയാണ് ഈ ദിനം. ജൂലൈ 11-ന് ഏത് പ്രധാന ആഗോള ദിനമാണ് അനുസ്മരിക്കുന്നത്? ലോക ജനസംഖ്യാ ദിനം. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നു. ജനസംഖ്യാ പ്രശ്നങ്ങളെക്കുറിച്ചും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനാണ് ഈ ദിനം ഐക്യരാഷ്ട്രസഭ സ്ഥാപിച്ചത്. ജനസംഖ്യ, പരിസ്ഥിതി, വികസനം എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഇത് ഓർമ്മിപ്പിക്കുന്നു. ലോക അന്താരാഷ്ട്ര നീതിന്യായ ദിനം എന്ന് ആചരിക്കുന്നു. ജൂലൈ 17. ലോക അന്താരാഷ്ട്ര നീതിന്യായ ദിനം എല്ലാ വർഷവും ജൂലൈ 17-ന് ആചരിക്കുന്നു. അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ICC പ്രവർത്തനങ്ങളെ ഉയർത്തിക്കാട്ടുന്നതിനും വേണ്ടിയാണിത്. റോം സ്റ്റാറ്റ്യൂട്ട് അംഗീകരിച്ചതിന്റെ വാർഷിക ദിനമാണിത്. കാർഗിൽ യുദ്ധത്തിലെ വിജയം അനുസ്മരിച്ച് ഇന്ത്യയിൽ ഏത് ദിനമാണ് ആഘോഷിക്കുന്നത്? ജൂലൈ 26. കാർഗിൽ വിജയ് ദിവസ് എല്ലാ വർഷവും ജൂലൈ 26-ന് ഇന്ത്യയിൽ ആഘോഷിക്കുന്നു. 1999-ലെ കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ വിജയത്തെയും രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച സൈനികരെയും അനുസ്മരിക്കുന്നതിനായാണ് ഈ ദിനം. ഓപ്പറേഷൻ വിജയ് വിജയകരമായി പൂർത്തിയാക്കിയ ദിവസമാണിത്. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം എന്ന് ആഗോളതലത്തിൽ ആചരിക്കുന്നു. ജൂലൈ 28. എല്ലാ വർഷവും ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് വൈറസ് അണുബാധയെക്കുറിച്ചും അത് കരളിന് വരുത്തുന്ന രോഗങ്ങളെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ബാറുച്ച് ബ്ലംബെർഗിന്റെ ജന്മദിനമാണ് ജൂലൈ 28. പരിസ്ഥിതി സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജൂലൈ 28-ന് ആഗോളതലത്തിൽ എന്ത് ദിനമാണ് ആഘോഷിക്കുന്നത്? ലോക പ്രകൃതി സംരക്ഷണ ദിനം. ലോക പ്രകൃതി സംരക്ഷണ ദിനം എല്ലാ വർഷവും ജൂലൈ 28-ന് ആചരിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും പ്രകൃതി വിഭവങ്ങളുടെ സുസ്ഥിരമായ ഉപയോഗത്തെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനാണ് ഈ ദിനം. ആരോഗ്യകരമായ ഒരു പരിസ്ഥിതി നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. അന്താരാഷ്ട്ര കടുവാ ദിനം ലോകമെമ്പാടും എപ്പോഴാണ് ആഘോഷിക്കുന്നത്? ജൂലൈ 29. അന്താരാഷ്ട്ര കടുവാ ദിനം എല്ലാ വർഷവും ജൂലൈ 29-ന് ആഘോഷിക്കുന്നു. കടുവകളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനും അവയുടെ ആവാസവ്യവസ്ഥയെക്കുറിച്ച് അവബോധം വളർത്താനും വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. 2010-ൽ സെന്റ് പീറ്റേഴ്സ്ബർഗ് ടൈഗർ സമ്മിറ്റിലാണ് ഈ ദിനം ആരംഭിച്ചത്. ആഗോളതലത്തിൽ മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഓഗസ്റ്റിലെ ഏത് ആഴ്ചയാണ് നീക്കിവച്ചിരിക്കുന്നത്? ഓഗസ്റ്റ് 1. ഓഗസ്റ്റ് 7 ലോക മുലയൂട്ടൽ വാരം. ലോക മുലയൂട്ടൽ വാരം എല്ലാ വർഷവും ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ആചരിക്കുന്നു. മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കുട്ടികളുടെയും അമ്മമാരുടെയും ആരോഗ്യത്തിന് അത് നൽകുന്ന ഗുണങ്ങളെക്കുറിച്ചും അവബോധം വളർത്താനാണ് ഈ ആചരണം. യുണിസെഫും ലോകാരോഗ്യ സംഘടനയും ഈ ആചരണത്തിന് പിന്തുണ നൽകുന്നു. ഇന്ത്യയിൽ ദേശീയ കൈത്തറി ദിനം എന്നാണ് ആഘോഷിക്കുന്നത്? ഓഗസ്റ്റ് 7. ഇന്ത്യയിൽ ദേശീയ കൈത്തറി ദിനം എല്ലാ വർഷവും ഓഗസ്റ്റ് 7-ന് ആഘോഷിക്കുന്നു. രാജ്യത്തെ കൈത്തറി നെയ്ത്തുകാരെ ആദരിക്കുന്നതിനും കൈത്തറി വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. 1905-ലെ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ഈ തീയതി തിരഞ്ഞെടുത്തത്. ഒരു വലിയ പൂച്ചവർഗത്തിലുള്ള മൃഗത്തിന്റെ ആഗോള അവബോധ ദിനം ഓഗസ്റ്റ് 10-ന് ഏതാണ്?
ലോക സിംഹദിനം. ലോക സിംഹദിനം എല്ലാ വർഷവും ഓഗസ്റ്റ് 10 ആചരിക്കുന്നു. സിംഹങ്ങളുടെ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവ നേരിടുന്ന വംശനാശ ഭീഷണികളെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനാണ് ഈ ദിനം. സിംഹങ്ങളെ സംരക്ഷിക്കാൻ പൊതുജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അന്താരാഷ്ട്ര യുവജന ദിനം എല്ലാ വർഷവും എന്നാണ് ആചരിക്കുന്നത്? ഓഗസ്റ്റ് 12. അന്താരാഷ്ട്ര യുവജന ദിനം എല്ലാ വർഷവും ഓഗസ്റ്റ് 12 ആചരിക്കുന്നു. സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവബോധം വളർത്തുന്നതിനും വേണ്ടിയാണ് ഈ ദിനം. ഐക്യരാഷ്ട്രസഭയാണ് ഈ ദിനം പ്രഖ്യാപിച്ചത്. ഇന്ത്യ എന്നാണ് ദേശീയ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്? ഓഗസ്റ്റ് 15. ഇന്ത്യ എല്ലാ വർഷവും ഓഗസ്റ്റ് 15 ദേശീയ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. 1947 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ഈ ദിനം. രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായി ഈ ദിനം നിലകൊള്ളുന്നു. സഹായപ്രവർത്തകരെ ആദരിക്കുന്നതിനായി ലോക മാനുഷിക ദിനം എന്നാണ് ആചരിക്കുന്നത്? ഓഗസ്റ്റ് 19. ലോക മാനുഷിക ദിനം എല്ലാ വർഷവും ഓഗസ്റ്റ് 19 ആചരിക്കുന്നു. മാനുഷിക സേവനം നടത്തുന്നവരെ ആദരിക്കുന്നതിനും ലോകമെമ്പാടുമുള്ള പ്രതിസന്ധികളിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ ഓർമ്മിക്കുന്നതിനും വേണ്ടിയാണ് ഈ ദിനം. ഐക്യരാഷ്ട്രസഭയാണ് ഈ ദിനം പ്രഖ്യാപിച്ചത്. ഇന്ത്യയിൽ ഓഗസ്റ്റ് 20 ഏത് ദിനമാണ് ശുദ്ധ ഊർജ്ജ അവബോധം പ്രോത്സാഹിപ്പിക്കുന്നത്? ഇന്ത്യൻ അക്ഷയ ഊർജ്ജ ദിനം, രാജീവ് ഗാന്ധി അക്ഷയ ഊർജ്ജ ദിനം. ഇന്ത്യയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 20 ഇന്ത്യൻ അക്ഷയ ഊർജ്ജ ദിനം, രാജീവ് ഗാന്ധി അക്ഷയ ഊർജ്ജ ദിനം എന്നും അറിയപ്പെടുന്നു, ആചരിക്കുന്നു. പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകളുടെ പ്രാധാന്യം, അവയുടെ വികസനം, ഊർജ്ജ കാര്യക്ഷമത എന്നിവയെക്കുറിച്ച് അവബോധം വളർത്താനാണ് ഈ ദിനം. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തിലാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. ധ്യാൻചന്ദിന്റെ ജന്മദിനത്തിന്റെ സ്മരണയ്ക്കായി ഇന്ത്യയിൽ ദേശീയ കായിക ദിനം എന്നാണ് ആഘോഷിക്കുന്നത്? ഓഗസ്റ്റ് 29. ഇന്ത്യയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. ഇന്ത്യൻ ഹോക്കിയുടെ ഇതിഹാസ താരം മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണിത്. രാജ്യത്ത് കായികരംഗത്തെ പ്രോത്സാഹിപ്പിക്കാനും കായിക താരങ്ങളെ ആദരിക്കാനും വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. എസ്. രാധാകൃഷ്ണന്റെ ജന്മദിനത്തിന്റെ സ്മരണയ്ക്കായി ഇന്ത്യയിൽ അധ്യാപക ദിനം എന്നാണ് ആഘോഷിക്കുന്നത്? സെപ്റ്റംബർ 5. ഇന്ത്യയിൽ എല്ലാ വർഷവും സെപ്റ്റംബർ 5 അധ്യാപക ദിനം ആഘോഷിക്കുന്നു. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയും ഒരു മികച്ച അധ്യാപകനുമായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണിത്. അധ്യാപകരുടെ സംഭാവനകളെ ആദരിക്കാനും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടാനും വേണ്ടിയാണ് ഈ ദിനം. പരിസ്ഥിതി ഗുണനിലവാരത്തിനുവേണ്ടി വാദിക്കുന്ന ഏത് അന്താരാഷ്ട്ര ദിനമാണ് സെപ്റ്റംബർ 7 ആചരിക്കുന്നത്? നീലാകാശത്തിനായുള്ള ശുദ്ധവായുവിന്റെ അന്താരാഷ്ട്ര ദിനം. ഐക്യരാഷ്ട്രസഭ 2019 ആരംഭിച്ച ഈ ദിനം വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യകരമായ ആവാസവ്യവസ്ഥ ഉറപ്പാക്കുന്നതിനും ഊന്നൽ നൽകുന്നു. ലോകമെമ്പാടുമുള്ള വായുമലിനീകരണം ഒരു പ്രധാന പാരിസ്ഥിതിക പ്രശ്നമായതിനാൽ ഈ ദിനം പ്രാധാന്യമർഹിക്കുന്നു. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം ലോകമെമ്പാടും എന്ന് ആചരിക്കുന്നു? സെപ്റ്റംബർ 8. സാക്ഷരതയുടെ പ്രാധാന്യം ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനായി യുനെസ്കോ 1966 മുതലാണ് ഈ ദിനം ആചരിക്കുന്നത്. വിദ്യാഭ്യാസം ഒരു അടിസ്ഥാന മനുഷ്യാവകാശമാണെന്നും വ്യക്തികളെയും സമൂഹങ്ങളെയും ശാക്തീകരിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണെന്നും ഈ ദിനം എടുത്തുപറയുന്നു. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ പ്രചരിപ്പിക്കുന്നതിനായി സെപ്റ്റംബർ 14 സമർപ്പിച്ചിരിക്കുന്ന ദിനം ഏതാണ്? ഹിന്ദി ദിവസ്. 1949 സെപ്റ്റംബർ 14 ഭരണഘടനാ നിർമ്മാണ സഭ ഹിന്ദിയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത്. ഹിന്ദി ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയാണ് എല്ലാ വർഷവും ഈ ദിനം ആചരിക്കുന്നത്. അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം ആഗോളതലത്തിൽ എന്ന് ആചരിക്കുന്നു? സെപ്റ്റംബർ 15. ജനാധിപത്യ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നതിനായി ഐക്യരാഷ്ട്രസഭ 2007 ഈ ദിനം സ്ഥാപിച്ചത്. ജനാധിപത്യം എല്ലാ പൗരന്മാരുടെയും അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കുകയും ഭരണത്തിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുകയും ചെയ്യുന്നു.